blessing together here. Living God. If you're all happy here, can you all say hallelujah? You're all happy to be here. Again, I can't hear you. Come on. Hallelujah. 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 This time of worship, this is time where it's just you and God. So it says in Psalms 100 verse 2, worship the Lord with gladness and come before him with joyful songs. So let's put away all our distractions and let's all stand up and worship our living God. Let's all worship our God. Stand up and put away our distractions and worship him tonight. When the music fades, all is stripped away, and I simply come, longing
hallelujah, hallelujah. രക്തതാഴ്ചയും hallelujah, hallelujah. പരിശുദ്ധനേ സ്തുതി hallelujah, hallelujah. വികമനാദലം ശബ്ദനാരവൽ കൗരവാരകസ് കൗരവാനവൻ കൽപ്പനാദകസ് രക്തതാഴ്ചയും hallelujah, hallelujah, hallelujah. പരിശുദ്ധനേ സ്തുതി hallelujah, hallelujah. സർവസ്തുതികൾക്കും യോഗ്യനായവൻ അവൻ ഒരുവൻ മാത്രമല്ലേ. കർത്താവിന് തക്ക മഹത്വം കൊടുത്ത അതരംബനാദനം രക്തം ശിഖംബനാദൽ കൗറബാലവശാരബനാദീവൽ കൗറബാരകസ് അഖിൽനാരബൽ കുമാനകസ് രക്തതാഴ്ച ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനേ സ്തുതി ഹല്ലേലൂയ. മഹോന്നതനേ സ്തുതി ഹല്ലേലൂയ. ശ്രീകമനാഥരം ദരം ദേവൻ ഭൗഷധാരകൽ കൗരമാനവസ് അതരംബനാദനം രക്തം ദേരകൽ കൗറബാരകസ് രഗനാരവനഹസ്തി രഗരബനാദലം ഭൂഷവനാരകനാദീപൽ കൗരമാനകസ്തി അതരകനാര രക്തതാഴ്ചയും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം 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 ഹല്ലേലൂയ സ്തുതി ഹല്ലേലൂയ. ആമേൻ 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 ഹല്ലേലൂയ ആമേൻ. രക്തതാഴ്ചയും ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനേ സ്തുതി ഹല്ലേലൂയ. കർത്താവേ സ്തുതി ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും ഈ വൈകിയ വേളയിൽ എല്ലാവർക്കും ഇരിക്കാം. ആമേൻ. സ്തോത്രം. വീണ്ടും ഈ വൈകിയ വേളയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യൂത്ത് മീറ്റിംഗ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാൻ തന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അധികം മുഖവരെയൊന്നും കൊടുത്ത് സമയം കളയുന്നില്ല. നമുക്ക് ഇന്ന് നമ്മുടെ മധ്യേ മെസ്സേജിനായിട്ട് ജെയ്സ് പാണ്ടനാട് പാസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. ചർച്ചകോടിൻ്റെ നല്ലില കൊല്ലം ജില്ലയിലെ നല്ലില എന്ന് പറയുന്ന ചർച്ചിൽ സ്ഥലത്ത് ഉള്ള ചർച്ചകോടിൻ്റെ ചർച്ചിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അതുപോലെ തന്നെ ചർച്ചകോടിൻ്റെയും മീഡിയ സെല്ലിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ ബെന്തക്കോസ്റ്റ് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും സേവനം അനുഷ്ഠിക്കുന്നു. പാസ്റ്ററിനെ ഇതിൽ കൂടുതൽ ഒരുപാട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഇത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഇടയിൽ കഴിഞ്ഞ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയറിലെല്ലാം പാസ്റ്റർ നമ്മളോട് കൂടിയിരുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നിന്നെല്ലാം നമ്മൾ കേൾക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഇങ്ങനെ ഒരു യൂത്ത് മീറ്റിംഗ് സെക്ഷനായിട്ട് നമുക്ക് ഒരുമിച്ച് വരാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പുറകിൽ പേപ്പേഴ്സൊക്കെ പെന്നും വെച്ചിട്ടുണ്ട്. അതുപോലെ നോട്ട്സ് എഴുതാനും അത് ഉപയോഗിക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറകിലുണ്ട്. ഞാൻ പാസ്റ്ററിനെ മെസ്സേജിന് വേണ്ടി ക്ഷണിക്കും. നമ്മുടെ കർത്താവിൻ്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം. PYPയുടെ ഭാരവാഹികൾ, എൻ്റെ നേതാക്കന്മാർ, പ്രവർത്തകർ എല്ലാവർക്കും വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. ദൈവത്തിനെ ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് നമുക്ക് അവസരം നൽകിയത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ചുരുക്കം പേരായി നമുക്ക് ആയിരിക്കാൻ അവസരം നൽകിയല്ലോ. അത് റെക്കോർഡാണ്. അതുകൊണ്ട് വരാത്തവർക്കും ഇന്ന് വന്നവർക്കും അല്ലെ നാളെ വരാത്തവർക്കുമൊക്കെ പിന്നീട് കാണാനും കേൾക്കാനും ഒക്കെ അവസരം ഉണ്ടാകട്ടെ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു.
പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹൗളിംഗ് ഉണ്ടോ? ഒരു മുഴക്കം പോലെ. അവിടെ ക്യാമറ ഓഡിയബിളാണോ എന്ന് നാം ഇന്നും നാളെയുമായി ചില കാര്യങ്ങൾ ഒരുമിച്ച് സംസാരിക്കുകയാണ്. ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. കുറച്ച് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരു 10-20 ചോദ്യങ്ങൾ. ആ മുഴുവൻ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയും നാളെ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ PYPയുടെ ലീഡേഴ്സിനെ ഏൽപ്പിക്കണം എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. ചോദ്യങ്ങൾ വായിച്ച് ഓരോ ചോദ്യങ്ങൾ വായിച്ച് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രധാനമായ ചില കാര്യങ്ങൾ പറയും. ആ പറയുന്ന കാര്യങ്ങളിൽ ഒക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരവുണ്ടാകാം, ചോദ്യങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് ദൈവസന്നിധാനത്തിൽ വളരെ ശ്രദ്ധയോട് ആയിരിക്കണം എന്ന് വിശേഷാൽ നാം ഓർപ്പിക്കുകയാണ്. ഒരു വേദഭാഗം വായിക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 14 to 17. അഞ്ചാം അധ്യായം യോഹന്നാൻ, ഫസ്റ്റ് ജോൺ 5 വേഴ്സ് 18 to 20. മതി. അപ്രകാരമായ ചില കാര്യങ്ങൾ ദൈവവചനവുമായി ബന്ധപ്പെട്ട് ഓർപ്പിക്കാം. പ്രധാനമായി നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ക്രിസ്ത്യാനിറ്റി മറ്റു മതങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. മറ്റ് ഹിന്ദു റിലിജിയൻ, ഇസ്ലാം, മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ക്രിസ്ത്യാനിറ്റി. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, പെക്യുലാരിറ്റി ഉണ്ട്. പ്രധാനമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഫെയ്ത്താണ് ഇതിൻ്റെ അടിസ്ഥാനം. ഫെയ്ത്തും റെവലേഷനുമാണ്, വിശ്വാസവും വെളിപ്പാടുമാണ് പ്രധാനമായി. കാരണം ഇത് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇവിടെ ഒരു പ്രസംഗപീഠം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഫെയ്ത്തിൻ്റെ ആവശ്യമില്ല. കാരണം സീയിങ് ഈസ് ബിലീവിങ്. എന്താണ് നിങ്ങൾ കാണുന്നതാണ് വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മളതല്ല, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അതാണ് കാണുന്നത്, തിരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഫെയ്ത്താണ് ഇതിൻ്റെ അടിസ്ഥാനം. മാത്രമല്ല ഇത് കൂടുതൽ ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ പരലോകത്തെക്കുറിച്ച്, ആത്മലോകത്തെക്കുറിച്ച്, സ്പിരിറ്റിൻ്റെ റിലത്തെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് വിശ്വസിക്കുകയാണ്. ഫെയ്ത്ത്. മറ്റൊന്ന് റെവലേഷനാണ്, വെളിപ്പാടാണ്, റെവലേഷനാണ്. അപ്പോൾ റെവലേഷനും ഫെയ്ത്തുമാണ് പ്രധാനമായി ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ പ്രായമുള്ള ഞങ്ങളുടെ ചെറുപ്പകാലത്ത് 1980, 1985 ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളിങ്ങനെ ചോദ്യങ്ങൾ പോലും ചോദിക്കത്തില്ല. കാരണം അതാണ് അതിൻ്റെ ഫെയ്ത്തിൻ്റെ. നിങ്ങളുടെ ചെറുപ്പകാലം നോക്കൂ, 1980, 1985 നമ്മുടെ കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തു ദൈവമാണ് എന്ന് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച് കഴിയുമ്പോൾ അതാര് പറഞ്ഞു എന്ന് ചോദിക്കത്തില്ല. അല്ലെങ്കിൽ അവിടെ പാണ്ടനാട് ചർച്ച ബോർഡിലെ ഒരു അമ്മാമ്മ ചോദിക്കുക, ട്രയൂൺ ഗോഡാണ്, 3 പേഴ്സൺസ് അതിൻ്റെ അതുണ്ട്.
ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ ആ 80-ൽ നിന്നാണ് 2025-ൽ ഞാനൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായി നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത് ഫെയ്ത്താണ്. ഇതൊന്നും ആരും നമുക്ക് പ്രൂവ് ചെയ്ത് തരേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് ലോജിക്കലായി ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ദൈവത്തിലുള്ള വിശ്വാസം, ഇത് എക്സ്പീരിയൻസ്. കാരണം പരിശുദ്ധാത്മാവിനെ കാണിക്കാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം പരിശുദ്ധാത്മാവിനെ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പ്രാപിച്ച ആളാണ് ഞാൻ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സാധനം H2O എന്ന് പറയുന്ന പോലെ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പരിശുദ്ധാനെ പ്രാക്ടീസ് ചെയ്യുകയാണ്, വീക്ക് ടങ്സ് പ്രാക്ടീസ് ചെയ്യുകയാണ്, ഗിഫ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. പിതാവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, യേശുക്രിസ്തുമായിട്ടുള്ള നമ്മുടെ ബന്ധം, പരിശുദ്ധമായിട്ടുള്ള നമ്മുടെ ബന്ധം പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് കൃത്യമായി ഇതാരാണ്, ഇതെന്താണ് നമുക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് 3 പേരെയും അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഇത് എക്സ്പീരിയൻസ് ആണ് ഒന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവശാസ്ത്രത്തിൻ്റെ ദ ഫോർമേഷൻ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് ഫോർമേഷൻ ഓഫ് തിയോളജി എന്ന് പറയും. നമ്മുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഫോർമേഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്ന് ബൈബിളാണ്. ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഒന്ന് ബൈബിളാണ്. 2 റെവലേഷനാണ്, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളാണ്. 3 എക്സ്പീരിയൻസാണ്, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമായ കാര്യമാണ്. എക്സ്പീരിയൻസ് ആണ്. അടുത്തൊരു ട്രഡീഷനാണ് എന്ന് പറഞ്ഞാൽ ഇത് സഭയുടെ പാരമ്പര്യമാണ്, ട്രഡീഷനാണ്. ഇങ്ങനെ പിന്നെ റീസൺ, കൾച്ചർ, കോണ്ടസ്റ്റ്, ഇങ്ങനെ 7 കാര്യമുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായി അത് വിശ്വസിക്കാൻ കാരണം ഒന്ന് ബൈബിൾ, വാട്ട് ഈസ് റിട്ടൺ ഇൻ ദ ലോ, എന്താണ് ബൈബിൾ പറയുന്നത് എന്നുള്ളത്. അതിൻ്റെ പ്രൈമറി സോഴ്സ് ബൈബിളാണ്, പ്രൈമറി സോഴ്സ്. 2 റെവലേഷനാണ്, ഇത് ദൈവം അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത്, നീ ജീവുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് എന്ത് ചെയ്ത് വെളിപ്പെടുത്തി തന്നത്. കണ്ടോ? അപ്പം പിതാവ് വെളിപ്പെടുത്തി തന്ന, എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ് യേശു ക്രിസ്തു ആരാണെന്ന്. അപ്പോൾ ഇത് റെവലേഷനാണ്, റെവലേഷനാണ്. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ അനുഭവിച്ചെന്ന് പറഞ്ഞതും. ഞങ്ങൾ അത് അനുഭവിച്ചതാണ്, പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ വേർഡ് ഓഫ് ഗോഡ്, റെവലേഷൻ, എക്സ്പീരിയൻസ്, ഇതെല്ലാം വളരെ പ്രധാനമാണ്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഒന്ന്, ഇത് ഫെയ്ത്താണ്, ഇത് വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. 2, നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുക, എക്സ്പീരിയൻസ്, അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞങ്ങൾ 21 ദിവസം ഉപവാസിച്ചിരിക്കുക പാനാടി ഇറച്ചക്കൂട്ടിൽ. 16ാമത്തെ ദിവസം ഒരു 4-5 പേര് കൃത്യമായി ആത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ വരികയും വളരെ പവർഫുള്ളായിട്ട് തെറിച്ചു പോവുകയും ശക്തി വരികയൊക്കെ ചെയ്തു. എന്നോട് പരിശുദ്ധാത്മാവില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതാണ് പറഞ്ഞത്, ഇത് ഒരു മതങ്ങൾക്കും ഇല്ല, ഒരു മതങ്ങൾക്കും ഇല്ല. അങ്ങനെയുള്ള ഇമോഷൻസ് ഇല്ലാത്തതാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. കാരണം ദൈവത്തെ കൃത്യമായി നേരിട്ട് അനുഭവിക്കുക, വിശ്വാസത്താൽ അത് മനസ്സിലാക്കുക. ഫെയ്ത്ത്, റെവലേഷൻ, എക്സ്പീരിയൻസ്, റീസൺ, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഈ കാര്യങ്ങളെ കൃത്യമായി നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ആദ്യമായി നമ്മൾ ചിന്തിക്കുന്നത്, നമുക്കറിയാം വലിയ മാറ്റങ്ങളിലൂടെയാണ് ജനറേഷൻ കടന്നു പോകുന്നത്. ഇപ്പം ഞങ്ങൾ ജീവിച്ചൊരു കാലഘട്ടമല്ല 70-ക്ക് ശേഷമുള്ള, അല്ലെങ്കിൽ 77, 80 ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പം 1981 ശേഷം 1981 ശേഷമുള്ള കുട്ടികളെ മിലേനിയൻസ് എന്ന് പറയുന്നത്. അറിയില്ലേ മിലേനിയൻസ്? കേട്ടുണ്ടോ വാക്ക്? മിലേനിയൻസ് എന്ന് പറഞ്ഞത് 1981, ആഫ്റ്റർ 1981 ശേഷമുള്ള കുട്ടികളെ മിലേനിയൻസ് എന്നാണ് പറയുന്നത്. 96 വരെയുള്ള, 81-നും 96-നും ഇടയിലുള്ള കുട്ടികളെ, നിങ്ങൾക്ക് ആ ഡേറ്റ് പുറത്തുള്ളവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, അവരെ മിലേനിയൻസ് എന്നാണ് പറയുന്നത്. അവരൊരു ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിലാണ് അവർ ജനിച്ചത്. അതുപോലെ തന്നെ 96-ന് ശേഷമുള്ള കുട്ടികളെ നമ്മൾ സെഡ് എന്നാണ് പറയുന്നത്. സെഡ് എന്നാണ് നമ്മൾ പറയുന്നത്. 96-ന് ശേഷമുള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ 2013 ശേഷമുള്ള കുട്ടികളെ വിളിക്കുന്ന പേരെന്താണ്? ആൽഫ എന്നാണ് വിളിക്കുന്നത്.
2013 ശേഷമുള്ള കുട്ടികളെ വിളിക്കുന്നത് ആൽഫ എന്നാണ്. ആ പ്രായക്കാർ ഇവിടെ കാണും, ആൽഫ കാണും, മനസ്സിലായില്ലേ? ആൽഫ. 2013 ശേഷമുള്ളവർ ആൽഫയാണ്. അതുപോലെ തന്നെ 96 ശേഷമുള്ളവർ സെഡ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ 1981 ശേഷമുള്ളവർ മിലേനിയൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആൽഫ. 2025 ജനിച്ച കുട്ടികളെ, ഈ 2025 ജനുവരി ജനിച്ച കുട്ടികളെ വിളിക്കുന്ന ബീറ്റ എന്നാണ് വിളിക്കുന്നത്. ബീറ്റ. അവര് ഒരു 2039 ആകുമ്പോൾ അവർക്ക് 14 വയസ്സേ ആകത്തുള്ളൂ. കണ്ടോ? അവര് ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. അവര് സ്പേസ് ടൂറിസത്തെ കുറിച്ച്, അവര് റോബോട്ടിക് ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മില്ലേനിയൽസ് ആകട്ടെ, സെഡ് ആകട്ടെ, ആൽഫ ആകട്ടെ, ബീറ്റ ആകട്ടെ, ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും അതുപോലെ തന്നെ സ്പേസ് ടൂറിസത്തെ കുറിച്ചും ആസ്ട്രോഫിസിക്സിനെ കുറിച്ചും സൈബർ സെക്യൂരിറ്റിയെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഒരു പുതിയ ജനറേഷനാണ്. തലമുറകളുടെ മാറ്റവും കാലഘടനയും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മൾ യുവാക്കളെ, കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഒത്തിരിയാണ്. മില്ലേനിയൽസിൻ്റെ പ്രശ്നമല്ല ആൽഫയ്ക്ക്, ആൽഫയുടെ പ്രശ്നമല്ല ബീറ്റയ്ക്ക്, ഇങ്ങനെ ടീനേജേഴ്സിൻ്റെ പ്രശ്നമല്ല മറ്റുള്ളവർക്ക്. ഇപ്പോൾ ഓരോ തരത്തിലുള്ള അഭിരുചികൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിൽ ടെക്നോ ക്യാപിറ്റലിസം എന്നൊരു വാക്ക് തന്നെയുണ്ട്. ടെക്നോ ക്യാപിറ്റലിസം, നോളജ് എക്കോണമി, സൈബർ ഡെമോക്രസി എന്നൊക്കെ വാക്കുകളുണ്ട്. ഈ ഫ്രെയിമിനകത്താണ് ഇവർ ജീവിക്കുന്നതും ജനിച്ചതുമെല്ലാം. ഈ ഫ്രെയിമിനകത്താണ്. പുതിയ തലമുറയുടെ മാതൃഭാഷ തന്നെ ടെക്നോളജിയാണ്. എൻ്റെ മാതൃഭാഷ മലയാളമായിരുന്നു. എൻ്റെ മകൻ്റെ മാതൃഭാഷ ടെക്നോളജിയാണ്. കാരണം ഇപ്പോൾ 7ാം ക്ലാസ് പഠിക്കുന്ന ആൾ, അവർ എത്ര പുതിയൊരു സിസ്റ്റത്തിലാണ്. നമ്മളൊരു ജനിച്ച നാച്ചുറൽ എക്കോസിസ്റ്റത്തിലല്ല അവർ ജനിച്ചത്. അപ്പോൾ പുതിയ തലമുറയുടെ മാതൃഭാഷ തന്നെ ടെക്നോളജിയാണ്. എൻ്റെ അനിയനൊരു കുഞ്ഞുണ്ട്, തീരെ ചെറുതാണ്. അവൻ മൊബൈലൊക്കെ കാണിക്കുന്നതാണ്. മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. തീരെ ചെറുത്. അത് നെറ്റ് തീരുമ്പോഴത്തേന് ഫോൺ എടുത്ത് കയറി. അതിലേ അതുകൊണ്ട് അവൻ്റെ അപ്പൻ വൈഫ് എടുത്ത് കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് അത് ഈ നമ്മൾ ഈ പറഞ്ഞ ബീറ്റയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരം. അവർ ചിന്തിക്കുന്നതെല്ലാം വേറെ സ്പേസിനെ കുറിച്ചൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞത് തലമുറകളുടെ മാറ്റത്തെക്കുറിച്ചാണ്. തലമുറകളുടെ ഇത് സഭ അറിയണം, ലീഡർഷിപ്പ് അറിയണം, പാസ്റ്റേഴ്സ് അറിയണം. തലമുറകൾ വ്യാപകമായി അവിടെ ചേഞ്ച്, അവരുടെ കാലഘടന, ഇതൊക്കെ കൃത്യമായി നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊന്ന്, ഒരു പോസ്റ്റ് ലിബറൽ മൂവ്മെൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേട്ടോ? പോസ്റ്റ് ലിബറൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പഴയത് ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടം പോലെ അല്ല. ലിബറലാണ്. വളരെ എല്ലാം ഉദാരമാണ്, ലിബറലാണ്, എല്ലാം പെർമിസിബിളാണ്, എല്ലാം അനുവദനീയമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പോസ്റ്റ് ലിബറൽ മൂവ്മെന്റ് എന്ന് പറയും. എല്ലാത്തിൻ്റെ കോൺസെപ്റ്റ് മാറി. ചർച്ചിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറി. പണ്ട് ചർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പള്ളി, ഒരു ചർച്ച്. ഇപ്പം മീഡിയ ചർച്ച്, ഇലക്ട്രോണിക്സ് ചർച്ച്, കമ്മ്യൂണിറ്റി ചർച്ച്, ഇൻക്ലൂസീവ് ചർച്ച് ഉണ്ട്. ഇൻക്ലൂസീവ് ചർച്ച് കഴിഞ്ഞാൽ എല്ലാം അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കലഹോമയിൽ ഒരു കാൾട്ടൺ ബിയേഴ്സിൻ്റെ സഭയുണ്ട്. അവിടെ സെയിം സെക്സ് മാരേജ് നടത്തി കൊടുക്കും. ഗേയ്ക്ക് ലെസ്ബിയൻസിന് ലോർഡ് സപ്പർ കൊടുക്കും. അദ്ദേഹത്തിൻ്റെ കാൾട്ടൺ ബിയേഴ്സിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ. ഗോസ്പൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാം സ്വീകരിക്കുന്നതാണ്, എല്ലാം അവിയൽ വരുവാണ്. അപ്പോൾ ഇൻക്ലൂസീവ് ചർച്ച്, ക്രൈസ്റ്റ് ഫോളോവേഴ്സ്, അതാരാന്നറിയോ? അവർ പള്ളിയിൽ പോകത്തില്ല, പക്ഷെ ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുന്നവരാണ്. പള്ളി വേണ്ട, മിസ്റ്റിസിസം, ഏതാ മതം വേണ്ട, റിലിജിയൻ വേണ്ട, പ്രീസ്റ്റ്ഹുഡ് വേണ്ട, പള്ളി വേണ്ട, ചർച്ച് വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ക്രൈസ്റ്റ് ഫോളോവേഴ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി ചർച്ച് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചർച്ചിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറി. പണ്ട് ഫാമിലിയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറി, മാരേജിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറി. ഇപ്പം ലിവിങ് ടുഗദർ എന്ന് പറയും, കോഹാബിറ്റേഷൻ, ലിവിങ് ടുഗദർ, ഓപ്പൺ മാരേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ്. പണ്ട് മാരേജ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായി ഒന്ന് ജീവിക്കുക, ഒരു കോൺട്രാക്റ്റിലൂടെ, ഒരു ഉടമ്പടിയിലൂടെ, വിവാഹ നിയമങ്ങൾ അനുസരിച്ച് ഭാര്യ ഭർത്താക്കന്മാർ താമസിക്കുക. ഇതങ്ങനല്ല, വിവാഹം കഴിക്കാതെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുക. ട്രയൽ മാരേജ് ഉണ്ട്. കുറച്ച് നാളിങ്ങനെ ജീവിച്ചിട്ട് പറ്റുവാണ് ഭാര്യ ഭർത്താക്കന്മാരാകുക, അല്ലെങ്കിൽ പിന്നെ വീണ്ടും പിരിയുക. ട്രയൽ മാരേജ് എന്ന് പറയുക.
നിങ്ങൾ തുണിയെടുക്കാൻ കടയിൽ ചെല്ലുമ്പോൾ ട്രയൽ റൂം കണ്ടിട്ടില്ലേ? അവിടെ ചെന്ന് ഇട്ട് നോക്കും, ചേരുവാണെങ്കിൽ എടുക്കും എന്ന് പറയുന്ന ട്രയൽ മാര്യേജ്, ഓപ്പൺ മാര്യേജ്, സെക്സ് ഡെമോക്രസി, ഇങ്ങനെ വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലിവിങ് ടുഗദറുമായി ബന്ധപ്പെട്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല. ഇപ്പം അങ്ങനെയുള്ളവർ സഭയിൽ വരുന്നു. അപ്പോൾ അവർ കോൺട്രാക്റ്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. റിപ്പൻറ്റൻസിന് മുമ്പാണ് ഇത് സംഭവിച്ചെങ്കിൽ, സഭയ്ക്കകത്ത് വരുന്നതിന് മുമ്പാണ് സംഭവിച്ചെങ്കിൽ, അവര് കവന്റ് റിലേഷൻഷിപ്പിലേക്ക്, കോൺട്രാക്റ്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. വിവാഹ നിയമത്തിലേക്ക് വന്ന് നിയമപ്രകാരം ഭാര്യ ഭർത്താക്കന്മാരാകണം. അതാണ് സഭ വളരെ കൃത്യമായി പറയുന്നത്. ഈ വിഷയങ്ങളിൽ സഭ വളരെ സ്നേഹത്തോടാണ് ഈ വിഷയങ്ങളെല്ലാം പെരുമാറുന്നത്. കാരണം ഹോളിനെസ്സും ലവും, അത് ശ്രദ്ധിച്ചാണ്, അത് ഈ പ്രായമുള്ളവരോട് കേൾക്കേണ്ടതാണ്, ഈ പ്രായമുള്ളവരും വരേണ്ടതായിരുന്നു. ഹോളിനെസ്സും ലവും സഭ ഒരുപോലെ കൈകാര്യം ചെയ്യണം. ഹോളിനെസ് ലവും. ചിലടത്ത് ഹോളിനെസ് മാത്രം കൈകാര്യം ചെയ്യും. ഉപദേശം കൊലോസ്യലേഖനം 2 പറഞ്ഞില്ല, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, സ്ട്രിക്റ്റ് ആണ്. പ്രിൻസിപ്പിൾ മാത്രം പറയും, ഹോളിനെസ് മാത്രം പറയും, ഡിസൈപ്പിൾഷിപ്പ് മാത്രം പറയും, ലവ് ഇല്ല. ചിലടത്ത് ഹോളിനെസ് ഇല്ല, ലവ് ഭയങ്കരമാണ്. ലവ് എക്സ്ട്രീമാണ്. ലവ് ആൻഡ് എക്സ്ട്രീമിലേക്ക് എത്തുന്നതിൻ്റെ അപകടമാണ് നമ്മുടെ കാൾട്ടൺ ബിയേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് രണ്ടും കൂടെ സഭ കൈകാര്യം ചെയ്യണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. യേശുവിൻ്റെ അടുക്കൽ പാപിനിയായ സ്ത്രീ വന്നല്ലോ. കല്ലെറിയാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഇവളെ കല്ലെറിഞ്ഞു വരണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് യേശു വിഷയത്തെ സമീപിക്കുന്നത്? യേശു എങ്ങനെയാണ് വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെയാണ് സഭ ചെയ്യേണ്ടത്. യേശു എങ്ങനെയായിരിക്കും ഒരു പ്രശ്നം വരുമ്പോൾ, യേശു ആണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്, നമ്മുടെ കർത്താവാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്, അതായിരിക്കണം അതിൻ്റെ അവസാനത്തെ ഉത്തരം. അതായിരിക്കണം. പാവനിയ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ കല്ലെറിയാൻ യേശു എന്താ പറഞ്ഞത്? യേശു പറഞ്ഞത് സ്ത്രീയെ മേലാൽ പാപം ചെയ്യരുത്. ഇതാണ് ഹോളിനെസ്. കണ്ടോ? അഡൾട്ടറിയുമായി ബന്ധപ്പെട്ട സഭയുടെ പോയിന്റ് അതാണ്. യേശു ക്രിസ്തു പറഞ്ഞത് പാപം ചെയ്യരുത്. ഇതാണ് പ്രിൻസിപ്പിൾ, ഇതാണ് ഡോക്ട്രിൻ, ഇതാണ് ഹോളിനെസ്. എന്നിട്ട് അടുത്ത എന്താ പറയുന്നത് അറിയാവോ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇതാണ് ലവ്. കിട്ടിയോ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. പാപം ചെയ്യരുതെന്ന് പറഞ്ഞതാണ് ഹോളിനെസ്. ആ കാര്യത്തിൽ ഒന്നും കോംപ്രമൈസ് ചെയ്തില്ല, വെള്ളം ചേർത്തില്ല. അടുത്ത് ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ലവ് എന്ന് പറയുന്നത്. കല്ലെറിയാൻ കൊണ്ടുവന്നതാണ് ലോയാണ് കല്ലെറിയാൻ കൊണ്ടുവന്നത്. അവളെ റിലീസ് ചെയ്തത് ഗ്രേസ് ആണ്, കൃപയാണ്. അപ്പോൾ എങ്ങനെയാണ് ഹോളിനെസ്സും ലവും സഭയിൽ ഒരുപോലെ കൈകാര്യം ചെയ്യുന്നത്? സഭയ്ക്കകത്ത് ആർക്കും വരാം, സഭയ്ക്കകത്ത് വരാം. പക്ഷെ അവരെ എങ്ങനെയാണ് സഭ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ദിവസം ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഗേ കപ്പിൾസ് സഭയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ഞാനിത് പറയുന്നത്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒക്കെ എൻ്റെ ഡിസ്കഷന് വരും. ചില കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് മറുപടി കിട്ടും, മറുപടി ഇല്ലാത്ത വിഷയങ്ങളെല്ലാം നാളെ നമ്മൾ ഓരോന്നായി എടുത്ത് നമ്മൾ സംസാരിക്കും. ഗേ കപ്പിൾസ് സഭയിൽ വന്നു, റിപ്പൻറ്റൻസ് ആണ്, അവർ മാനസാന്തരപ്പെട്ട ശേഷം വരിക. അപ്പോൾ എങ്ങനെയാണ് സഭ? ഒന്നാമത്തെ ഉത്തരം, മാനസാന്തരപ്പെട്ടപ്പോൾ തന്നെ അവർക്ക് ആദ്യം മനസ്സിലാകുന്ന കാര്യം എന്നാന്ന് അറിയാവോ? അത് തെറ്റാണെന്നുള്ളതാണ്. മാനസാന്തരത്തിന് അങ്ങനെ ഒരു മനഃശാസ്ത്രപരമായ തലമുണ്ട്. ഗേ കപ്പിൾസിന്റെ മാര്യേജ്, അവരുടെ റിലേഷൻഷിപ്പ് തെറ്റാണ് എന്നുള്ള ബോധ്യമായിരിക്കും അവർ റിപ്പൻറ്റൻസിൽ ഉണ്ടാകുക. കാരണം ഹോളി സ്പിരിറ്റ് അങ്ങനെയുള്ള കൺവിക്ഷനാണ് കൊടുക്കുക. അതാണ് ആദ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവർക്ക് വരാം. പക്ഷെ അടുത്ത എന്താ? ഇനി അവർക്ക് മാനസാന്തരപ്പെട്ട് സഭയിൽ വന്നതിന് ശേഷം അവർക്ക് ജോഡികളായി തുടരാൻ അനുവാദമില്ല, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് അനുവാദമില്ല. ഇതാണ് അതിൻ്റെ ഉത്തരം. അതിന് ചോദിച്ച ചോദ്യ എവിടെയാണ്? ഇതിന് തൊട്ടു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയല്ല, സ്കോട്ട്ലൻഡിലെ മീറ്റിംഗ് വെച്ചായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ചോദ്യം ഇതാണ് ചോദിച്ചതെല്ലാം. അതുപോലെ ഈ ബർമിംഗ്ഹാമിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവിടെ മുഴുവൻ ജെൻഡർ ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത് എല്ലാം. അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മുടെ കൂടെ LGBT-യുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്, ഞാൻ ഉത്തരം പറഞ്ഞോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിൽ ഇതാണ് അതിൻ്റെ വിഷയം. അതുകൊണ്ട് ഇത് സിന്നാണെന്ന് കൃത്യമായി സഭ പറയും. പക്ഷെ ഇതിലകപ്പെട്ടു പോയ ആളുകളെ ഇതൊന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്ത സഭയ്ക്കുണ്ട്. അത് ഗേ ആണെങ്കിലും, ലെസ്ബിയൻസ് ആണെങ്കിലും, സെയിം സെക്സ് മാരേജുകാരാണെങ്കിലും, അത് വേറെ ഏത് കുടുക്കിൽപ്പെട്ടവരാണെങ്കിലും,
ആൽക്കഹോളിന് അഡിക്റ്റ് ആയവരാണെങ്കിലും വിവിധ അഡിക്ഷൻസ് ഉള്ളവരാണെങ്കിലും ഏതാളുകളെ ആണെങ്കിലും കൃത്യമായി അവരെ റിലീസ് ചെയ്യാനുള്ള, അവരെ കുറ്റബോധത്തിന് തടവറ ഇത് പുറത്തു കൊണ്ടുവരുവാനുള്ള, അവരെ അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം സഭയ്ക്കുണ്ട്. ആ ലവ്, ആ ഹോളിസ്റ്റിക് അപ്രോച്ച്, അതിന് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നാ പറയുന്നത്, ആ ഹോളിസ്റ്റിക് അപ്രോച്ച് സഭ കാണിക്കേണ്ടതായിട്ടുണ്ട്. അത് പലപ്പോഴും ട്രഡീഷണൽ ചർച്ച് ചെയ്യാറില്ല. ട്രഡീഷണൽ ചർച്ച് പലപ്പോഴും ഡോക്ടറും പറയും, ഹോളിനെസ് പറയും, വെട്ടറ വിടിയട തലട എന്നൊക്കെ ഇങ്ങനെ പറയുന്നതല്ലാതെ കൃത്യമായി എങ്ങനെയാണ് ആൾക്കാരെ ചേർത്ത് പിടിക്കേണ്ടത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവരെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്. അങ്ങനെ വൂണ്ടഡ് സ്പിരിറ്റ് വരും, മുറിവേറ്റ ആളുകൾ നമ്മുടെ സഭയിലേക്ക് വരും. ആ മുറിവേറ്റ ആളുകളെ ആ ആളുകൾക്ക് ഹീലിംഗ് ഉണ്ടാകണം, ഇന്നർ ഹീലിംഗ്. നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ വർഷിപ്പിൽ, നമ്മുടെ ഇന്റർസെഷൻ പ്രേയറിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ, നമ്മുടെ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളിൽ അവർക്കൊരു ഇന്നർ ഹീലിംഗ് ഉണ്ടാകണം. അത് വിവിധങ്ങളായ വൂണ്ടഡ് സ്പിരിറ്റ് ഉണ്ട്. സിൻ, പാപം ചെയ്തിട്ട് വരുന്നവർക്ക് അതുണ്ടാകും. റിജക്ഷൻ അതിനൊരു കാരണമാകും. ഐസൊലേഷൻ അതിനൊരു കാരണമാകും. ലാക്ക് ഓഫ് ലവ് അതൊരു കാരണമാകും. ഏറ്റവും അവിടെ പ്രിയപ്പെട്ടവർ അവരെ വിട്ടുപോയി സഡൻ ഡെത്ത് സംഭവിച്ചത് അതിന് കാരണമാകും. അതുപോലെ തന്നെ ക്രിറ്റിസിസം അതിന് കാരണമാകും. റിജക്ഷൻ അതിന് കാരണമാകും. അങ്ങനെ ലാക്ക് ഓഫ് ലവ് അതിന് കാരണമാകും. അതുപോലെ അൺകംപ്ലീറ്റഡ് ഡ്രീംസ്, തങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ പോയ ആൾക്കാരുണ്ട്. നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അതുപോലെ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. മനസ്സിൽ ഞാൻ കോളേജിൽ പഠിച്ചിറങ്ങിയപ്പോൾ LLBക്ക് പോകാനായിരുന്നു ഇഷ്ടം. LLBയുടെ ഫോം വാങ്ങിച്ചാൽ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നേരെ പോയൊരു യൂത്ത് ക്യാമ്പില്ല. അപ്പോൾ അവിടെ വെച്ചാണ് സുശേവയിലേക്ക് ഒരു സമർപ്പുണ്ടായി. ഇന്ന് ഇത്രയും വയസ്സായിട്ടും പ്രായമായിട്ടും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനം എന്നാണെന്നറിയാമോ? LLB ഇപ്പോഴും മാറിയിട്ടില്ല. കഴിഞ്ഞ ദിവസം തോന്നി ക്രിസ്ത്യൻ എഡ്യൂക്കേഷനൊക്കെ ഉണ്ട് നമ്മളോട്, പഠിച്ചാൽ എന്താന്ന്. അപ്പം കഴിഞ്ഞ ദിവസം സ്കോട്ട്ലൻഡിൽ ചെന്നപ്പോൾ നമ്മുടെ ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞു LLB എടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു എത്ര വർഷമായി? മിനിസ്റ്റർ 30 വർഷമാകാൻ പോകുന്നു. 30 വർഷമാകാൻ പോകുമ്പോഴും നമ്മുടെ LLB മനസ്സിൽ കിടക്കുക. അൺകംപ്ലീറ്റഡ് ഡ്രീംസ് എന്ന് നമ്മൾ പറയും. ഞാൻ പറഞ്ഞു ഒരു LLBക്കാരന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ പോയത്, ഞാൻ പല രാജ്യങ്ങളിലും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഉണ്ടാകും. അങ്ങനെ ജോബ്, ഫാമിലി, കോഴ്സ് പഠിക്കുക, ഡിഗ്രി എടുക്കുക, ഇങ്ങനെയൊക്കെ പൂർത്തീകരിക്കപ്പെടാത്ത കാര്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കും. അത് തള്ളി വരികയൊക്കെ ചെയ്യും. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു മുറിവുകളുണ്ട്. അങ്ങനെ വിവിധ മുറിവുകൾ ഏറ്റവും ഒരു സഭയ്ക്കകത്ത് വരും. അങ്ങനെ വന്നവനെ കുത്തിപ്രസംഗിക്കുകയല്ല വേണ്ടത്, അവരെ വേദനിപ്പിക്കുകയല്ല വേണ്ടത്, അവരെ നമ്മൾ ശപിക്കുകയല്ല വേണ്ടത്. ചർച്ച് എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് സെൻ്ററാണ്. ചർച്ച് എന്ന് പറയുന്നത് വരുന്നവർക്ക് ലവ് ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കൃത്യമായി കറക്റ്റ് ചെയ്യുകയും റെക്ടിഫിക്കേഷനിലേക്ക് നടക്കുകയും റെക്കൺസിലിയേഷൻ വിത്ത് ക്രൈസ്റ്റ്, ദൈവത്തിൻ്റെ സന്നിലേക്ക് അവർക്ക് ആ ഫെലോഷിപ്പിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ പറയുന്ന കാര്യം, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം, സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും അല്ല, ഞാൻ എൻ്റെ മനസ്സ് വരുന്നതെല്ലാം അങ്ങ് പറയുക. അടുത്തത് ഒരു പ്രശ്നം, ഈ സഭ പാപമാണെന്ന് പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റും കോടതിയും ലീഗലൈസ് ചെയ്യുന്നു. സഭ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. സഭ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സഭ പാപമാണെന്ന് പറയുന്ന കാര്യം സ്റ്റേറ്റ് ലീഗലൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കോടതി, ഇന്ത്യയിലെ സുപ്രീം കോടതിയാകട്ടെ, അയർലൻഡിലെ കോടതിയാകട്ടെ, കോടതി അതിനെ ലീഗലൈസ് ചെയ്യുന്നു. അഡൾട്ടറി പാവമാണെന്ന് ബൈബിൾ പറയും. നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം കോടതി പറയും പാവമല്ല, അത് തൊഴിലാണ്, പ്രായപൂർത്തിയായവർക്ക് വിത്ത് കൺസെന്റ് അലൗഡാണ്, ഇങ്ങനെ പറയും. അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി പാവമാണെന്ന്, ലെസ്ബിയൻ സവർഗ അനുരാഗം പാവമാണെന്ന്, സെയിം സെക്സ് മാര്യേജിനെ കുറിച്ചുള്ള ബൈബിളിൻ്റെ ഹിസ്റ്റോറിക്കൽ പൊസിഷൻ ട്രസ്പാസ് ആണ്, സിന്നാണെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ കോടതി എന്ത് ചെയ്യും? അതിനെങ്ങനെ ലീഗലൈസ് ചെയ്യും? നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾക്കറിയാം, ഈ LGBT ആയിട്ടൊക്കെ ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളാണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവരും. ഹ്യൂമൻ റൈറ്റ്സ് അതിൻ്റെ എക്സ്ട്രീമിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അവകാശങ്ങളുണ്ട്, ഇവർക്ക് അവകാശങ്ങളുണ്ട്. ബൈബിൾ എല്ലാവരുടെയും അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ കൃത്യമായി വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ചർച്ചിനും സ്റ്റേറ്റിനും ഇടയിൽ നിൽക്കുന്ന ഒരു സാംസ്കാരിക സംഘർഷം, അതിന് കൾച്ചർ ലാഗ് എന്ന് പറയും. വലിയൊരു സാംസ്കാരിക സംഘർഷമുണ്ട്.
സഭ പാപമാണെന്ന് പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ലീഗലൈസ് ചെയ്യുമ്പോൾ സഭ എങ്ങനെയാണ് അതിനോട് സമീപിക്കുന്നത്? നമ്മളിത് ഇതിന് ചർച്ച വെച്ച് ഇത് തെറ്റാണെന്ന് പറയും. ചർച്ചിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ സ്റ്റേറ്റ് കുഴപ്പമൊന്നുമില്ല, അതാണ് ഇതാണ്. പ്രത്യേകിച്ച് ലെഫ്റ്റ് ലിബറൽ ഭരണകൂടമാണെങ്കിൽ, ഒരു ഇപ്പം UK നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭരണകൂടങ്ങളുടെ പ്രശ്നം. ഡെമോക്രാറ്റുകൾ വരും. ഇപ്പം നമ്മുടെ ബൈഡൻ ഭരിച്ചപ്പോൾ, അല്ലെങ്കിൽ കമലയാവതരണ അതിൻ്റെ എക്സ്ട്രീം ലെഫ്റ്റാണ് വരും. ഇത് നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം അനുകൂലിക്കുന്നവരാ. ട്രംപ് അങ്ങനെ ചെയ്യുന്ന ആളല്ല, റിപ്പബ്ലിക്കൻസിനെതിരാണ്. ഇവിടെ UK പിന്നെ ലേബർ പാർട്ടിക്കാർ, ലെഫ്റ്റ്, അവരൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം LGBT ആകട്ടെ ഈ വിഷയങ്ങളെല്ലാം അനുകൂലിക്കുന്നവരാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു ന്യൂ ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി, ഇത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമായി ഇതിനെല്ലാം അനുകൂലിക്കുന്നൊരു സാർവദേശീയമായ രാഷ്ട്രീയ പരിസരം മലയാളത്തോടെ ലളിതമാകാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരു സാഹചര്യം ലോകത്തെമ്പാട് നിൽക്കുന്നുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റികളിൽ, നിങ്ങളുടെ ലേബർ ക്യാമ്പുകളിൽ, നിങ്ങളുടെ ഹോസ്പിറ്റലുകളിലൊക്കെ ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമ്മളവിടെ ട്രാൻസ്ജെൻഡേഴ്സ് LGBT മാറ്റി ചർച്ച ചെയ്യും. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. LGBTക്കകത്ത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നം വേറെയാണ്. ലെസ്ബിയൻസിനെയും ഗേയും കാണുന്നവരല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ കാണുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നം വേറെയാണ്. അതിനെ മാറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാറുള്ളത്. ഇതിനകത്തിട്ട് കുഴയ്ക്കാൻ പാടില്ല. കാരണം ഗേകളുടെ പ്രശ്നം, ലെസ്ബിയൻസിൻ്റെ പ്രശ്നം വളരെ കൃത്യമായി ദൈവശാസ്ത്രപരമായിട്ടാണ് നമ്മൾ സമീപിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നം വേറെയാണ്. കാരണം ജനറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. ആ വിഷയത്തെ എങ്ങനെയാണ് അവർ കെയർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സാൽവേഷൻ എന്ന് പറയുന്ന പ്രക്രിയക്കകത്ത് എല്ലാവർക്കും സ്പേസ്. സാൽവേഷൻ എനിക്ക് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ലോകത്തിൽ മനുഷ്യ സമുദായം എല്ലാം ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം സാൽവേഷൻ കിട്ടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സകല മനുഷ്യരും. അതിനകത്ത് ഭിന്നശേഷിക്കാര്. നിങ്ങൾ നോക്കൂ, യേശുവിലൂടെ വന്നപ്പോഴത്തേക്ക് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ലേവ്യ പുസ്തകം തുടരുന്ന് പറഞ്ഞ മുഴുവൻ ആളുകൾ യേശു തൊട്ടല്ലോ. ശവത്തെ തൊട്ടു, മഞ്ചത്തെ തൊട്ടു, രക്തസ്രാവക്കാരും തൊട്ടു, എല്ലാം യേശുവിൻ്റെ കൂടെ വന്ന ആരാ? ഭിന്നശേഷിക്കാര്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പാളയത്തിന് പുറത്ത് നിന്ന യുവൻ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഔട്ട് ഓഫ് ക്യാമ്പിൽ ആരാ? കുരുടൻ, കുഷ്ഠരോഗി, ബ്ലാസ്ഫമി പറയുന്നവൻ, കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുവരുന്നവൻ, വേസ്റ്റ് ഇട്ട് കത്തിക്കുന്ന സ്ഥലം, വെണ്ണീരിടുന്ന സ്ഥലം, ആർക്കും വേണ്ടാത്തവരെല്ലാം ക്വാറന്റൈനിൽ തള്ളുന്ന സ്ഥലമായത് ഔട്ട് ഓഫ് ക്യാമ്പ്. അവിടെയാണ് യേശു മരിച്ചത്. അവിടെയാണ് റിഡംഷൻ നടന്നത്. ഇതാണ് യേശു. നമ്മൾ കടുപ്പിച്ച് പറയുന്ന സുവിശേഷമല്ല. യേശു വളരെ സിമ്പിളാണ്. ആർക്കും വേണ്ടാതെ മതവും രാഷ്ട്രീയവും എല്ലാം റിജക്റ്റ് ചെയ്ത ആളുകൾ. ശമരിയ സ്ത്രീ ആർക്കും വേണ്ട, കനാനി സ്ത്രീ ആർക്കും വേണ്ട, കുഷ്ഠരോഗി ആർക്കും വേണ്ട, പാപിനിയായ സ്ത്രീ ആർക്കും വേണ്ട, ആൾക്കൂട്ടം കല്ലെറിയാൻ കൊണ്ടുവന്ന വ്യക്തി ആർക്കും വേണ്ട. ആർക്കും വേണ്ടാത്ത ആളുകളെ തേടിയാണ് യേശു വന്നത്. അതുകൊണ്ട് അതിനകത്ത് തെരുവ് ജീവിക്കുന്നവരും ജയിലിൽ കിടക്കുന്നവരും അതിൻ്റെ അകത്ത് എല്ലാവരും ഉൾപ്പെടും. അതുകൊണ്ട് വീണ്ടെടുപ്പിന്റെ പ്രക്രിയ, സാൽവേഷൻ, യേശുക്രിസ്തുവിന്റെ അറ്റോൺമെന്റ് യൂണിവേഴ്സലാണ്. എല്ലാവർക്കും വേണ്ടിയാണ്. അവർക്കും രക്ഷ വേണം, അവർക്കും സാൽവേഷൻ വേണം. അവർക്ക് ആർക്കും സാൽവേഷൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. എല്ലാവർക്കും യേശുവിന്റെ സ്നേഹം ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും എന്ന വാക്ക. ആരും നശിച്ചു പോകാതെ എല്ലാവരും അങ്ങനെ ഒരു വാക്യമുണ്ട്. ഞാൻ ഉയർത്തപ്പെട്ട സകലരെയും, ഞാൻ ഉയർത്തപ്പെട്ട പാലായിലെ ക്രിസ്ത്യാനികളെ മാത്രം ആകർഷിക്കുന്ന പറഞ്ഞു. അല്ല, എല്ലാ മനുഷ്യരെയും, ആർക്കും വേണ്ടാത്തവരെ. അപ്പൊ ഇതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാൽവേഷൻ ചർച്ച ചെയ്യുമ്പോൾ അവരെ മാറ്റി നിർത്തി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് അവരെ ഈ അഴുക്ക് ജീവിതത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. ട്രാൻസ്ജെൻഡേഴ്സ് ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ട്രാൻസ്ജെൻഡർ ഇവാഞ്ചലിസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയേ, എത്ര പേര് വരുന്നറിയാതെ. ഞാൻ നേരിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ആന്ധ്രയിൽ ഒരു അഞ്ജലി, ഭയങ്കര കൺവെൻഷൻ പ്രസംഗിയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അഞ്ജലി ട്രാൻസ്ജെൻഡറാണ്. തമിഴ്നാട്ടിൽ ട്രാൻസ്ജെൻഡർ പ്രീച്ചേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, കൊട്ടാരക്കര ഒരു പാസ്റ്ററുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കൃത്യമായി യേശുവിന്റെ സ്നേഹം അറിഞ്ഞ ആൾക്കാർ വരികയാണ്. യേശുവിന്റെ സ്നേഹത്തിന് നമ്മൾ കുറച്ചു പേര് മാത്രമല്ല, യേശുവിന്റെ സ്നേഹത്തിൽ ചെങ്ങന്നൂർക്കാരും കുമ്പനാടുകാരും പാലക്കാരും ഈരാറ്റുപേട്ടക്കാരും മാത്രമല്ല, ലോകത്തുള്ള സകലമാന മനുഷ്യരും യേശുവിനെ അറിയണമെന്നാണ് യേശു ഇരിക്കുന്നത്. ആ സ്നേഹത്തിലേക്ക് വരണം എന്നുള്ളതാണ്. ആ ക്രിസ്തുവിന്റെ സ്നേഹം ഇവർക്കാർക്കും മറച്ചു വെച്ചിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഭ ഇവരോട് കാണിക്കുന്ന അപ്രോച്ച് ലവ് ആണ്. ആ സ്നേഹത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം പറയുന്ന വാക്കുണ്ടല്ലോ, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും. അതുകൊണ്ടാണ് അത് നീ മേലെ പാപം ചെയ്യരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഞാൻ അധികാരമുള്ളവനാണ്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. കാരണം യേശു വന്നത് ജഡ്ജ് ചെയ്യാനല്ല, യേശു വന്നത് സേവ് ചെയ്യാനാ, രക്ഷിക്കാനാ. ഞാൻ നിന്നെ വിധിക്കുന്നില്ല. സേവിയറായിട്ടാണ് വന്നത്, സേവിയറായിട്ടാണ് വന്നത്, ജഡ്ജായിട്ടല്ല. ജഡ്ജ്മെന്റ് പിന്നീട് നടക്കുന്നത്, അറ്റോൺമെന്റ് അംഗീകരിക്കാത്തവർക്കാണ്. സേവിയറായിട്ടാണ്, ലിബറേറ്ററായിട്ടാണ് വന്നത്. ഇതാണ് പ്രധാനമായി അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ചെറുപ്പക്കാരെ നമുക്കറിയാം, യൂറോപ്പിലൊക്കെ വലിയ പ്രശ്നം. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഈ പള്ളികൾ പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ട്രഡീഷണൽ ചർച്ചുകൾ, പെന്തക്കോസ്റ്റ് ചർച്ചുകളല്ല, പെന്തക്കോസ്റ്റ് മൂവ്മെന്റ് ഇതിനെല്ലാം മറികടക്കും. അങ്ങനെ ഈ ട്രഡീഷണൽ ആംഗ്ലിക്കൻ ചർച്ച്, പ്രെസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ, ഇങ്ങനെയൊക്കെയുള്ള നമ്മളൊക്കെ വലിയ പ്രശ്നം നേരിടുന്നു. ഞങ്ങൾ ഈ വെയിൽസിൽ ഉണർവുണ്ടെന്ന സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് 9 പേരേ ഉള്ളൂ. ഉണർവിൻ്റെ ഹിസ്റ്ററി ഉള്ളു, ലെഗസിയേ ഉള്ളൂ. 9 മതാമമാർ, പ്രായമുള്ള അമ്മച്ചിമാർ വന്നിരിക്കും. വേർത്ത് സ്നാനം നടത്താൻ പോയി, ഞാനും പ്രിൻസ് പ്രൈസ് മാസോടെ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ച്. അവർ പറഞ്ഞു ഇവിടെ 2400 പേര് ആരാധിക്കുകയാണ്, 20 പേര്. ഇങ്ങനെ ഡിക്ലൈനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. പുതിയ തലമുറ, ചെറുപ്പക്കാർ, സ്റ്റുഡൻസ്, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ സ്പിരിച്വാലിറ്റിയോട് താല്പര്യം കുറയുന്ന ഒരു സാഹചര്യം. പള്ളി വരുന്നില്ല, ആത്മീയതയോട് താല്പര്യക്കുറവ്. അപ്പോൾ അത് ഒത്തിരി ഘടകങ്ങളുണ്ട്. കരിയറിസത്തിൻ്റെ സ്വാധീനം, പ്രൊഫഷണലിസത്തിൻ്റെ സ്വാധീനം, മെറ്റീരിയലിസത്തിൻ്റെ സ്വാധീനം, അതുപോലെ തന്നെ യുക്തിബോധത്തിൻ്റെ വളർച്ച, സയൻസിൻ്റെ വളർച്ച, ടെക്നോളജിയുടെ വളർച്ച, അതുപോലെ തന്നെ കൺസ്യൂമർ കൾച്ചറിൻ്റെ സ്വാധീനം, മെറ്റാമോഡേണിസത്തിൻ്റെ സ്വാധീനം, പിന്നെ ഇങ്ങനെ വിവിധങ്ങളായ സ്വാധീനങ്ങളുണ്ട്. അങ്ങനെ എത്തിസം, നിരീശ്വരവാദത്തിൽ സ്വാധീനിക്കപ്പെടുന്നു. റാഡിക്കൽ ഹ്യൂമനിസം എന്നൊരു വാക്കുണ്ട്, റാഡിക്കൽ ഹ്യൂമനിസം. ഹ്യൂമനിസം എന്ന് പറയുന്നത് യൂറോപ്പിലെ സാധനമാണ്, യൂണിവേഴ്സിറ്റിയിലൊക്കെ പരക്കുന്ന സാധനമാണ്. ദൈവം ഒന്നുമില്ല, ഹ്യൂമനിസം, ഹ്യൂമനാ പ്രധാനം. ഹ്യൂമൻ, അതാണ് റാഡിക്കൽ ഹ്യൂമനിസം. അപ്പം ഹ്യൂമൻ അല്ലേ, മനുഷ്യനാണ്. അന്ന് എനിക്ക് തെറ്റോടെ പറയണം. അപ്പം മനുഷ്യനാണ് പ്രധാനം, ഹ്യൂമനാ പ്രധാനം, അബ്സല്യൂട്ട്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇതിലൊക്കെ കുടുങ്ങി ആത്മീയതയോട്, സ്പിരിച്വാലിറ്റിയോട്, പള്ളിയോട്, പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്ത യൂറോപ്പിലെ 15 രാജ്യങ്ങളിലെ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കുകയുണ്ടായി. വലിയൊരു പ്രശ്നമായി അത് മാറിയിരിക്കുകയാണ്. അത് പിന്നെ ഫ്രീ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട്, സ്വതന്ത്ര ചിന്ത, ഫ്രീ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറയിൽ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ ഫ്രീ തിങ്കിങ്ങിന് ഒരു അവസരമില്ല. എന്താണോ ഞങ്ങളുടെ പാസ്റ്റർ പറയുന്നത്, എന്താണോ ഞങ്ങളുടെ അമ്മ പറയുന്നത്, അതേ വിശ്വസിക്കാതെ. മനസ്സിലായി? അപ്പൊ ആ ഒരു രീതി, അങ്ങനെ സ്വതന്ത്ര ചിന്ത ഈ ഗ്ലോബലൈസേഷന് ശേഷം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ സൈബർ ഡെമോക്രസി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഫ്രീ തിങ്കിങ് വളരെ ഇതാണ്, സ്വതന്ത്ര ചിന്തയാണ്. സ്വതന്ത്രമായി കാര്യങ്ങളെ ചിന്തിക്കുക, ക്രിട്ടിക്കായിട്ട് കാര്യങ്ങളെ ചിന്തിക്കുക. അതിൽ പോസ്റ്റ് മോഡേൺ തിയറിയുടെ ഒരു പ്രോഡക്റ്റാണ്. കുട്ടികൾ വിദേശങ്ങളിലേക്കൊക്കെ പോകുന്നത് തന്നെ ഫ്രീ തിങ്കിങ്ങിൻ്റെ ഭാഗമാണെന്ന് പറയാം. മുരളി തുമ്മാരികുടി എന്ന് പറയുന്ന സ്കോളറുണ്ട്, നമ്മുടെ ഫേസ്ബുക്കിൽ പിക്കാറുണ്ട്. നമ്മുടെ ശശി തരൂരിനെ പോലെ UN ഡിസാസ്റ്റർ മാനേജ്മെന്റ് വർക്ക് ചെയ്ത ഒരാളാണ്, ഒരു ലെഫ്റ്റ് സ്കോളർ മുരളി തുമ്മാരികുടി. പുള്ളി ഫേസ്ബുക്കിലൊക്കെ മിക്കവാറും പോസ്റ്റ് ഇടും. അപ്പം പുള്ളി പറയുന്നത് ഈ പുറത്ത് പഠിക്കാൻ പോകുന്നത് കൂടുതൽ സ്റ്റഡി മൈൻഡ് കൊണ്ട് മാത്രമല്ല, ഫ്രീ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. സ്വതന്ത്രം ഇത് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. കാരണം വീട് കൺസർവേറ്റീവാണ്. അവിടെ ചർച്ചയ്ക്ക് ചെന്നാൽ അവിടെ ചെന്നാൽ അവിടുന്ന് കൺസർവേറ്റീവാണ്, മാടക്കട വരെ കൺസർവേറ്റീവാണ്. എല്ലായിടും കൺസർവേറ്റീവ് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ, ജോർജിയയിലോ ഉക്രൈനിലോ, പുറത്ത് മാത്രമല്ല ഡൊമസ്റ്റിക് മൈഗ്രേഷനുണ്ട്, ജയ്പൂരിലോ ഹൈദരാബാദിലോ എങ്ങനെയും വീട് വിടണം. അപ്പം സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായിട്ട് കൂടിയാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഫ്രീ തിങ്കിങ്ങിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അവിടെ പോസ്റ്റ് മോഡേൺ തിയറീസ് അതിൻ്റെ ചിന്തയാണ്. പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ എന്തുവാ? പോസ്റ്റ് മോഡേണിസം എന്തോ പോസ്റ്റ് മോഡേണിസം അറിയുന്നില്ലേ? എന്തോ പോസ്റ്റ് മോഡേണിസം? നമ്മൾ മലയാളത്തിൽ ഉത്തരാധുനികത എന്ന് പറയും. പോസ്റ്റ് മോഡേണിസം ഫിലോസഫി പഠിക്കുന്ന ആരെല്ലാം ഉണ്ടോ? ഹിസ്റ്ററി പഠിക്കുന്ന ആരെല്ലാം ഉണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ പിന്നെ
മോഡേണിസം കണ്ടുണ്ടോ? മോഡേണിസം. ക്ലാസിസം ഇല്ല. നിയോ ക്ലാസിസം ഇല്ല. റൊമാൻറ്റിസം ഇല്ല. റെനേസൻസ് ഇല്ല. റെനേസൻസ് കേട്ടു. അപ്പോൾ ക്ലാസിസവും നിയോ ക്ലാസിസവും റൊമാൻറ്റിസവും കേൾക്കാതാണോ റെനേസൻസ് കേട്ടത്? ഏത് സാറാ പഠിപ്പിച്ചു? ഏത് സാറാ പഠിപ്പിച്ചു? എന്തോ റെനേസൻസിനെ കുറിച്ച് എന്താ പഠിപ്പിച്ചു? ആർട്ടും ലിറ്ററേച്ചറും. ഈ ക്ലാസ്സസ് ഒന്നും പറഞ്ഞില്ല. ക്ലാസ്സസോ നിയോ ക്ലാസ്സസോ റൊമാൻറ്റിസം ഒന്നും പറഞ്ഞില്ല. അപ്പം അപ്പം റെനേസൻസ് അതെല്ലാം കഴിഞ്ഞ ട്രെൻഡാണ് റെനേസൻസ്. അത് പറയണം. അതുകൊണ്ട് അപ്പം ക്ലാസിസം നിയോ ക്ലാസിസം എന്ത് വീഴുന്നു? അടവ് വൈ എന്ത് പണ്ടനാട് എന്ത്? അപ്പം 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 ഇത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊരു ട്രെൻഡാണ്. നമ്മൾ പറഞ്ഞല്ലോ റെനേസൻസ്. നമ്മൾ മലയാളത്തിൽ നവോത്ഥാനം എന്ന് പറയുന്ന ആർട്ടിൻ്റെ ലിറ്ററേച്ചറിനെ കാലത്ത് എലൈറ്റ്മെൻ്റ് ആണല്ലോ, ഇല്ലേ? എലൈറ്റ്മെൻ്റ് ആണത്. അത് ശാസ്ത്രത്തിൻ്റെയും കലയുടെയും സാഹിത്യത്തിൻ്റെയൊക്കെ ഒരു ഉണർവുമായി ബന്ധപ്പെട്ടാണ്. ഇത് കൂടുതലായി വെസ്റ്റേണിലാണ് ഉണ്ടാകുന്നത്. വെസ്റ്റേണിലുണ്ടായി ഇല്ലേ? എവിടെ ഉണ്ടായി? ഇറ്റലി ഇല്ലേ? ഇറ്റലി, ജർമ്മനി, വെസ്റ്റേൺ. അവിടെ നിന്നാണ് കത്തിപ്പടർന്ന് യൂറോപ്പിലാകമാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ റെനേസൻസിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്ലാസിസം പഠിപ്പിക്കും. ക്ലാസിസം, നിയോ ക്ലാസിസം, റൊമാൻറ്റിസം, റെനേസൻസ്, മോഡേണിസം എന്ന് പറയും. ആധുനികത, മോഡേണിസം. പോസ്റ്റ് മോഡേണിസം, ഉത്തരാധുനികത എന്ന് പറയും. അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോസ്റ്റ് ട്രൂത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? പോസ്റ്റ് ട്രൂത്ത് ഇല്ല. പോസ്റ്റ് ട്രൂത്ത് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പറഞ്ഞാൽ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ് ട്രൂത്ത് 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 അതാണ് പോസ്റ്റ് ട്രൂത്ത്. പ്രോബ്ലംസ് പോസ്റ്റ് ട്രൂത്ത് കഴിഞ്ഞിട്ടൊരു ട്രെൻഡ് ഉണ്ടായി. എൻ്റെ പേരെന്ന് അറിയാം, പോസ്റ്റ് ഹ്യൂമൻ. കേട്ടോ? പോസ്റ്റ് ഹ്യൂമൻ. അതൊക്കെ എൻ്റെ അടുക്ക് കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് നുണ മാത്രം പറഞ്ഞിരിക്കുക. തിയോളജി അല്ല, ഇപ്പം ഫിലോസഫി പറഞ്ഞോണ്ടിരിക്കും. ക്ലാസിസം, നിയോ ക്ലാസിസം, റൊമാൻറ്റിസം, നമ്മൾ പറഞ്ഞ റെനേസൻസ്, മോഡേണിസം. മോഡേണിസത്തെ എതിർത്തോടാണ് പോസ്റ്റ് മോഡേണിസം. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് വ്യാജം മാത്രം, കള്ളം മാത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുക. ഭരണകൂടം തന്നെ പ്രൊപ്പഗണ്ട നടത്തുക, അതിന് PR വർക്ക് നടത്തുക, വ്യാജം മാത്രം. അത് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഈ 2016 ആണല്ലോ ട്രംപും ഹിലാരിയും കൂടെ മത്സരിച്ച് ഓർക്കുന്നു. ഇലക്ഷന് ട്രംപും ഹിലാരിയും കൂടെ മത്സരിച്ച്. അപ്പോൾ അവർ ആരാ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞതിനെ കുറിച്ചൊരു ഫോട്ടോ. ഹിലാരി പറഞ്ഞ നുണ, ട്രംപ് പറഞ്ഞ നുണ. അപ്പോൾ പോസ്റ്റ് ട്രൂത്ത് ഇറയെ കുറിച്ചുള്ളൊരു പഠനമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞത് ട്രംപ്, ഹിലാരി ഇത്ര നുണ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇലക്ഷനിലെല്ലാം ഉണ്ട്, മോഡി പറയുന്ന ആൾക്കാരാ. അപ്പം ഒരു കാലഘട്ടത്തെ വിളിക്കുകയാണ് നുണ പറയുന്ന കാലം. അത് കഴിഞ്ഞിട്ട് ഇപ്പം പോസ്റ്റ് ഹ്യൂമൻ ഇറ എന്നാണ് പറയുന്നത്. പോസ്റ്റ് ഹ്യൂമൻ ഇറ എന്ന് പറയുന്നത് എന്താണെന്നറിയാം? പോസ്റ്റ് ഹ്യൂമൻ ഇറ മനുഷ്യൻ അപ്രസക്തനാകുകയും യന്ത്രങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ലോകം. യന്ത്രങ്ങൾ, റോബോട്ടുകൾ, യന്ത്രങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു, മനുഷ്യൻ അപ്രസക്തമാകുന്നതിനെ പോസ്റ്റ് ഹ്യൂമൻ ഇറ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിവിധങ്ങളായ ട്രെൻഡുകളിലൂടെയാണ്. അതിലെ ട്രൂത്ത് ഒരിടത്ത് നിൽക്കുമ്പോൾ ട്രെൻഡ് ഇങ്ങനെ മിന്നുക. മനസ്സിലായേ? അപ്പോൾ ട്രെൻഡ് ഞാൻ ചോദിക്കും കണ്ടോ? ട്രൂത്ത് ഒരിടത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ട്രെൻഡ് ഇങ്ങനെ മിന്നുക, സ്പീഡിലാവുക. നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുമ്പോഴത്തേന്, ഇപ്പം ഞാൻ എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. ട്രെയിനിൽ കയറി നമ്മളിരിക്കുമ്പോഴത്തേന് നമ്മൾ ട്രെയിൻ മൂവ് ചെയ്തിട്ട് തോന്നും. ട്രെയിൻ മൂവ് ചെയ്തിട്ട് തോന്നുമ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഉടൻ നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പിന്നെ തൂണയിലോട്ട് നോക്കും. അപ്പോൾ നമ്മൾ എൻ്റെ ട്രെയിൻ എന്ത് ചെയ്യുന്നില്ല, നീങ്ങുന്നില്ല. അപ്പുറത്ത് കിടന്ന ട്രെയിൻ പോയതിൻ്റെയാ തോന്നിയേ. അപ്പോൾ ട്രൂത്തും ട്രെൻഡും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ട്രൂത്തും ട്രെൻഡും തമ്മിൽ ട്രെൻഡ് അങ്ങനെ ഇങ്ങനെ മിന്നിമായും, പക്ഷെ ട്രൂത്ത് എപ്പോഴും സ്റ്റേണായിട്ട് നിൽക്കും. പൂണങ്ങുന്നു, പുല്ലുപാടുന്നു, വചനം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ വിവിധ ട്രെൻഡുകളിലൂടെയാണ് പോകുന്നത്. ഞാനത് പറഞ്ഞു വന്നതിൻ്റെ കാരണം പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ട്രെൻഡാണ്. പോസ്റ്റ് മോഡേണിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സ്ട്രക്ചറിനെതിരാണ് കേട്ടോ.
പോസ്റ്റ് മോഡേണിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ അത് സ്ട്രക്ചറിനെതിരാണ്. അതിനെ വിളിക്കുന്ന ഡീകൺസ്ട്രക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഡീകൺസ്ട്രക്ഷൻ കേട്ടുണ്ടോ ക്ലാസ്സിലൊക്കെ? അപ്പം ഡീകൺസ്ട്രക്ഷൻ എന്നാണ് അത് പറയുന്നത്. അപനിർമ്മാണം എന്ന് പറയും. അവർ ക്രിട്ടിക്കായിരിക്കും, ഒരു ഹൈറാർക്കിക്കെതിരായിരിക്കും, ലീഡർഷിപ്പിനെതിരായിരിക്കും, തിയോളജിക്കെതിരായിരിക്കും, എത്തിക്സിനെതിരായിരിക്കും. ഇങ്ങനെയുള്ളൊരു ട്രെൻഡാണ്, കൗണ്ടർ കൾച്ചറാണ്. ഒരു കൗണ്ടർ കൾച്ചറാണ് പോസ്റ്റ് മോഡേൺ. പോസ്റ്റ് മോഡേൺ തിയോളജി തന്നെയുണ്ട്. അവരാണ് ഈ ബൈബിളിനെതിരെ പറയുന്നത്. ബൈബിൾ വേർഡ് ഓഫ് ഗോഡ് എന്നല്ല, ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കാണെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു തരത്തിലുള്ള പോസ്റ്റ് മോഡേൺ തിയറികളൊക്കെയാണ് നൂജൻ ആത്മീയതയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം നമ്മളെന്താ പറഞ്ഞത്? ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ ഫ്രീ തിങ്കിങ്ങിൻ്റെ ഭാഗം അതൊരു പോസ്റ്റ് മോഡേണിസവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഏജ് ഓഫ് കൺഫ്യൂഷൻ എന്ന് പറയും. ഏജ് ഓഫ് കൺഫ്യൂഷൻ. ഏജ് ഓഫ് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനും ഒരു ആശയക്കുഴപ്പം, ഒരു കൺഫ്യൂഷൻ, ഒരു ഡൗട്ട്, ഒരു കൺഫ്യൂഷൻ. നമ്മുടെ തിയോളജിയെക്കുറിച്ച്, റിലിജനെ കുറിച്ച്, ഡോക്ടറിനെ കുറിച്ച്, വന്ന് ജെൻഡറിനെ കുറിച്ച് പോലും കൺഫ്യൂഷൻ. ജെൻഡർ കൺഫ്യൂഷൻ. ഒരു ജെൻഡർ കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ജെൻഡർ റിയാലിറ്റിയാണ്. ജെൻഡർ റിയാലിറ്റിയാണ്. ഉൽപ്പത്തി പുസ്തകം ജെനസിസ് 1:26-27 എന്താണ് പറയുന്നത്? അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ജെനസിസ് 5-ാം അധ്യായം 2, 3, 4 വാക്കിൽ എന്താ പറയുന്നത്? അവർക്ക് ആദമെന്ന് പേരിട്ടെന്നാ. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? 2 പേരുടെയും പേര് ആദം എന്നാണ്. അതറിയാവോ? അത് വായിച്ചിട്ടില്ലേ? ആദം എന്നുള്ള പേര് 2 പേർക്കും ഇട്ടതാ. ആണും പെണ്ണുമായി സൃഷ്ടിച്ചിട്ട് ആദമിന് 2 പേർ കൂടെ പേരിട്ടത്. അങ്ങനെ 5-ാം അധ്യായത്തിലുണ്ട്. 5:2 5:2, 4 അപ്പോൾ ജെൻഡർ റിയാലിറ്റിയാണ്. ജെൻഡർ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ജെൻഡർ കൺഫ്യൂഷനും വേണ്ട, ഒരു തരത്തിലുള്ള ജെൻഡർ കൺഫ്യൂഷനും വേണ്ട. ജെൻഡർ ഇക്വാളിറ്റിയുടെ പേരിൽ, ജെൻഡർ പൊളിറ്റിക്സിൻ്റെ പേരിൽ, ജെൻഡർ ഐഡിയോളജിയുടെ പേരിൽ വലിയ ചോദ്യങ്ങളൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ജെൻഡർ ഒരു റിയാലിറ്റിയാണ്. പക്ഷേ ജെൻഡർ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അതൊരു ബിഹേവിയർ ഡിസോർഡറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. ജെൻഡർ ഇക്വാളിറ്റി പുതിയ ഈ കാലഘട്ടത്തിൽ പറയുമ്പോഴല്ല നമ്മൾ പറയുന്നത്. ബൈബിൾ നേരത്തെ പറഞ്ഞുള്ള ജെൻഡർ ഇക്വാളിറ്റി. ജെൻഡർ യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞ ഓരോ വാക്ക് ശ്രദ്ധിച്ചോണം. ജെൻഡർ റിയാലിറ്റിയാണ്. ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ജെൻഡർ കൺഫ്യൂഷൻ അല്ല, ജെൻഡർ വെച്ചു മാറുന്നതിനെ കുറിച്ചല്ല. മനസ്സിലായോ? അത് മനസ്സിലാക്കിക്കോണം. ജെൻഡർ റിയാലിറ്റിയാണ്. പക്ഷേ ജെൻഡർ ഇക്വാളിറ്റി ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സൃഷ്ടിപ്പിൽ തന്നെ അതുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ അവരെ ആണും പെണ്ണുമായി. അപ്പോൾ സൃഷ്ടിപ്പിൽ തന്നെ ക്രിയേഷൻ ഉണ്ട്. ജെനസിസ് 1:26, 1:26-27 കണ്ടോ? സൃഷ്ടിപ്പിൽ തന്നെ ഇക്വാളിറ്റിയാണ്. പക്ഷെ ഹിന്ദുയിസത്തിൽ അങ്ങനല്ല. ഹിന്ദുയിസത്തിൽ സൃഷ്ടിപ്പിൽ ഇക്വാളിറ്റി ഇല്ല. ഉണ്ടോ? ഇക്വാളിറ്റി ഇല്ല ഹിന്ദുയിസത്തിൽ. സൃഷ്ടിപ്പിൽ ഒരാളെ തലയിൽ നിന്ന് ഒരാളെ കാലിൽ നിന്നാണ്. അതെന്താ ഇക്വാളിറ്റി? ഒരാളെ തലയിൽ നിന്ന്, ഒരാളെ ഭുജത്തിൽ നിന്ന്, ഒരാളെ നെഞ്ചിൽ നിന്ന്, ഒരാളെ കാലിൽ നിന്ന്. ഇതാണ് പുരുഷ സൂക്തത്തിൽ പറയുന്ന ചാതുർവർണ്ണ്യം, വർണ്ണാശ്രമം എന്ന് പറയുന്നത്. ഒരുത്തനെ നല്ലവനായിട്ടും ജനിച്ചപ്പോൾ തന്നെ മ്ലേച്ഛനുമായിട്ടാണ് സൃഷ്ടിച്ചത്. അതാണ് ചാതുർവർണ്ണ്യം. 4 വർണ്ണം. 4 വർണ്ണം ഏതൊക്കെയാ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഈ 4-ൽ പെടാത്തവനാണ് പഞ്ചമൻ. വർണ്ണാശ്രമത്തിന് പുറത്തുള്ളവരാണ് അൺടച്ചബിൾസ് എന്ന് പറയുന്നത്. ഇതെന്തൊരു സൃഷ്ടിപ്പാ! ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ ഒരുത്തനെ നല്ലവനായിട്ട് ഒരുത്തനെ കൊള്ളാത്തവനായിട്ട് സൃഷ്ടിക്കുന്നത്. എന്നാൽ ബൈബിൾ അങ്ങനല്ല. ബൈബിൾ സൃഷ്ടിപ്പിൽ തന്നെ ഇക്വാളിറ്റിയാണ്. ഒരുത്തനെ നല്ലവനായിട്ട് ഒരുത്തനെ മോശമായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. അല്ല ജെൻഡർ ഇക്വാളിറ്റി. ഇപ്പം ലൂ നെഫ്റ്റോ, മാർക്സിസമോ, പോസ്റ്റ് മോഡേൺ തിയറീസോ, ഫ്രഞ്ച് ബൂർഷാസികൾ, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വന്ന സാധനമൊന്നുമല്ല. ഇത് ബൈബിൾ പണ്ടേ പറയുന്ന കാര്യമാണ്. മനുഷ്യൻ ഒന്നാണ്. അതുപോലെ നിങ്ങളൊരു വാക്യം വായിച്ച് ബുക്ക് ഓഫ് ആക്ട്സ് 17:26, അപ്പോസ്തല പ്രവൃത്തി 17:26 ലോകത്തിലെ ഒരു മതങ്ങൾക്കും പറയാൻ പറ്റാത്ത, ലോകത്തിലെ ഒരു പ്രത്യയശാസ്ത്രങ്ങൾക്കും പറയാൻ പറ്റാത്ത, ലോകത്തിലെ ഒരു 26 അല്ലേ, 25-26 ലോകത്തിലെ ആർക്കും പറയാൻ പറ്റാത്തൊരു വാക്യമാണ്. മെയ്ഡ് ബൈ ഔട്ട് ഓഫ് വൺ ബ്ലഡ്. കണ്ടോ? പൗലോസ് ഏഥൻസിൽ പ്രസംഗിയാണ്. സോക്രട്ടീസിന്റെയും പ്ലേറ്റോയുടെയും പൈതഗോറസിന്റെയും സോഫോക്ലീസിന്റെയും പെരിക്ലിസിന്റെ നാടായ ഏഥൻസ് എന്നുകൊണ്ട് പൗലോസ് പ്രസംഗിക്കുകയാണ്. 8 പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അതിലൊന്ന് ബൈബിളിന്റെ നരവംശാസ്ത്രം, ബൈബിളിന്റെ ആന്ത്രപ്പോളജി. ആരാണ് മനുഷ്യൻ? മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഗ്ലോബിലെ 800 കോടി ജനതയും, 800 കോടി ജനതയുണ്ട്
ലോകത്തെമ്പാടും ഇപ്പോൾ ഈ ഗ്ലോബിലുള്ള 800 കോടി ജനതയും ഒരു രക്തത്തിൽ നിന്നുളവായി എന്ന് പറയുന്ന ഏക പുസ്തകം ബൈബിളാണ്. ഒരുത്തന് നിന്ന് ആസ്ട്രോയിഡ് നമ്മൾ പറയത്തില്ലേ, നരവംശാസ്ത്രപരമായിട്ട് ആന്ത്രോപോളജിക്കലായിട്ട് നമ്മൾ പറയല്ലേ, എന്തോ അറിയത്തില്ലേ ഇത്? ആസ്ട്രോയിഡ്, പ്രോട്ടോ ആസ്ട്രോയിഡ്, നീഗ്രോയിഡ് കേട്ടിട്ടില്ലേ? കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടോ? ആര്യൻസ്, ദ്രവീഡിയൻസ്, ആസ്ട്രോയിഡ്, പ്രോട്ടോ ആസ്ട്രോയിഡ്, നീഗ്രോയിഡ്, മംഗ്ലോയിഡ് എന്ന് കേട്ടിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. എവിടെ നിന്ന് കിട്ടുന്നു? നോ. അപ്പം അങ്ങനെ പറയും, അങ്ങനെ ഈ ആളുകളെ ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നിടത്ത് സകല മനുഷ്യരും ഒരു രക്തത്തുള്ളി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഏക പുസ്തകം. അതുകൊണ്ട് നമ്മളിത് പ്രസംഗിക്കുന്നു. സകലരും. ഇതാണ് ബൈബിളിന്റെ ആന്ത്രോപോളജി, നരവംശാസ്ത്രം. എല്ലാവരും ഒന്നാണ്. സൃഷ്ടിപ്പിൽ തന്നെ ആണും പെണ്ണുമായവരെ സൃഷ്ടിച്ചു. പുരുഷനിൽ തന്നെ സ്ത്രീത്വം ഉണ്ടായിരുന്നു. അവനെ ഉറക്കി കിടത്തിട്ട് സ്ത്രീത്വനിൽ നിന്ന് സ്ത്രീയെ പ്രത്യേകം സൃഷ്ടിക്കുകയല്ലേ ചെയ്ത്. സ്ത്രീത്വനിൽ നിന്ന് വെളിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മാര്യേജിലൂടെയാണ് അവരെ വീണ്ടും റീയൂണിയൻ ആക്കുന്നത്, ഒന്നിപ്പിക്കുന്നത്. അപ്പോൾ സൃഷ്ടിപ്പിലെ ഏറ്റവും അവസാനത്തെ സൃഷ്ടിയാണ് സ്ത്രീ എന്ന് പറയുന്നത്. അറിയാം, സ്ത്രീയെ സൃഷ്ടിച്ച ശേഷം പിന്നെ സൃഷ്ടിപ്പ് നിർത്തുമായിരുന്നു. ദൈവം നിവൃത്തനായി, റെസ്റ്റ് എന്ന് പറയും. അവസാന സൃഷ്ടിപ്പാണ്. പിന്നെ ഈ 800 കോടി എങ്ങനായി? ആകെ 2 പേരെ ഉള്ളായിരുന്നു. അവസാന സൃഷ്ടിപ്പ് സ്ത്രീയാണ്. ബാക്കി കാണുന്ന മുഴുവൻ പിന്നെ സ്ത്രീയാണ് സൃഷ്ടിച്ചത്. സ്വതന്ത്രം പറഞ്ഞേ, ഇതാ ഫെമിനിസ്റ്റ് തിയോളജി. മനസ്സിലായോ? അതുകൊണ്ട് പ്രജനനം, അമ്മയാകുക എന്ന് പറയുന്നത് ഒരു പ്രിവിലേജാണ്. ദൈവം സ്ത്രീക്ക് കൊടുത്ത, മനുഷ്യ സമുദായത്തിൽ സ്ത്രീകൾക്ക് കൊടുത്ത ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള, ഏറ്റവും മനോഹരമായ ഒരു പദവിയാണ് അമ്മയാകുക എന്ന് പറയുന്നത്. അവസാനത്തെ സൃഷ്ടിപ്പ് സ്ത്രീയാണ്. ഈ കാണുന്ന സൃഷ്ടിപ്പ് മുഴുവൻ നടത്തിയത് പിന്നീട് സ്ത്രീയാണ്. ഏതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ബൈബിൾ. മനുഷ്യനൊന്നാണ്. അതുകൊണ്ട് ജെൻഡർ ഇക്വാളിറ്റി എന്ന് LGBTQകാരോ റാഡിക്കൽ ഓട്ടോണമസ് ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകാർ അടിച്ചിട്ട സാധനമൊന്നുമല്ല. മനസ്സിലായില്ല? ആ ഫെമിനിസം എന്ന് പറയുന്ന പുരുഷനെതിരെ പറയുന്നതിന് പേരല്ല ഫെമിനിസം. റാഡിക്കൽ ഫെമിനിസം ഉണ്ട്, കൾച്ചറൽ ഫെമിനിസം ഉണ്ട്, മാർക്സിയൻ ഒത്തിരി ഫെമിനിസം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ബൈബിൾ പറയുന്നു മനുഷ്യ സമുദായമല്ല ഒന്നാണ്. അതാണ്. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല. ഗലാത്യ ലേഖനം 3:28, ഗലേഷ്യൻസ് 3:28, കൊലോഷ്യൻസ് 3:11 അതൊക്കെ എഴുതുന്ന എന്താ ഗലേഷ്യൻസ് 3:28 പറയുന്നത്? കണ്ടോ? ക്രിസ്തുവിൽ യഹൂദനെന്നും യവനനെന്നുമില്ല എന്ന് പറഞ്ഞ there is no racial discrimination. ക്രിസ്തുവിൽ ദാസനെന്നും സ്വതന്ത്രനെന്നുമില്ല, there is no social economical discrimination. ക്രിസ്തുവിൽ ആണെന്നും പെണ്ണെന്നുമില്ല, there is no gender discrimination. ജെൻഡർ റിയാലിറ്റിയാണ്. ആണും പെണ്ണും എന്നുള്ളത് ജെൻഡർ റിയാലിറ്റിയാണ്. പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിക്കാവൂ, സ്ത്രീ പുരുഷനെ കല്യാണം കഴിക്കാവൂ. അതുകൊണ്ടാണ് കൃത്യമായി പറയുന്നത്. ബൈബിളിൽ പറയുന്നു, പൗലോസ് പറയുന്നു, ഓരോരുത്തിക്ക് ഓരോ ഭർത്താവും ഓരോരുത്തരും ഓരോ ഭാര്യയും. അതാണ് പോളിഗമി, പോളിയാൻഡറി ബൈബിൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഒരാൾക്ക് ഒരുത്തിക്ക് ഒരു ഭർത്താവും ഒരുത്തന് ഒരു ഭാര്യയും. അതുകൊണ്ട് പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കുക, സ്ത്രീയെ പുരുഷൻ വിവാഹം കഴിക്കുക. അതാണ് ഇതിനെക്കുറിച്ച് ഓരോ ആശ കൂടെ. പക്ഷേ ഇവിടെ ഡിസ്ക്രിമിനേഷൻ പാടില്ലെന്ന് പറയുന്നത്. അതിലേക്ക് വരാം. ഡിസ്ക്രിമിനേഷൻ പാടില്ലെന്നാണ്. അങ്ങനെ അതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട്. വിവാഹം കഴിക്കാൻ പ്രായമായിരിക്കുന്ന കുട്ടികൾ കൃത്യമായി മനസ്സിലാക്കിക്കോണം. വിവാഹവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ദൈവശാസ്ത്രം നിർബന്ധമാണ്. ദൈവശാസ്ത്രം ഡ്യൂട്രോണമി 7:2 മുതലാന്ന് തോന്നുന്നു. അപ്പോൾ ആവർത്തന 7-ാം അധ്യായം 2 മുതൽ വാക്യങ്ങൾ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. ദൈവശാസ്ത്രം വളരെ പ്രധാനമാണ്. നമ്മുടെ സഭയുടെ തിയോളജിക്ക് പുറത്ത് യാതൊരു അലയൻസും പാടില്ല. 6 മോനെ 7 ആരാ കാണിക്കുന്നത്? 7:2 ആണ്. നിന്റെ ദൈവമായ യഹോവയെ തോൽപ്പിക്കണം. അടുത്ത് 3-4 ആണ്ടോ. അവരുമായി വിവാഹ സമ്മതം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവർ പുത്രന്മാർക്ക് കൊടുക്കുമ്പോൾ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് കൊടുക്കുകയും ചെയ്യരുത്. കണ്ടോ?
അപ്പോൾ അവിടെ എന്താണ് അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്? കൃത്യമായി പറഞ്ഞിരിക്കുന്നത് മാരേജുമായി ബന്ധപ്പെട്ട് തിയോളജി വളരെ പ്രധാനമാണ്. നിങ്ങളുടെ തിയോളജിക്ക് പുറത്ത് വിവാഹബന്ധം പാടില്ല. എന്താ നിങ്ങളുടെ തിയോളജി? ട്രിനിറ്റി വിശ്വസിക്കുക, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ വിശ്വസിക്കുക, അതുപോലെ തന്നെ ബൈബിളിൽ ദൈവികത ഈ കാർഡിനൽ ഡോക്ടറിന്റെ പുറത്ത് സംബന്ധങ്ങൾ പാടില്ല. മറ്റ് റിലീജിയസ് കൾട്ടുകളുമായി ആരാ കൾട്ട്? കൾട്ടുകൾ ഏതാ? കൾട്ട് നമ്മൾ പറയുന്നത് ഏതാണെന്നറിയാമോ? തൃത്വം നിഷേധിക്കുക, ദ ഡിനയൽ ഓഫ് ട്രയൂണിറ്റി. തൃത്വം നിഷേധിക്കുക, തൃത്വം നിഷേധിക്കുന്നവർ. ദ ഡിനയൽ ഓഫ് ഡൈറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുക, ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്. ഡിനയൽ ഓഫ് ഓണ്ടോളജി, ഡിനയൽ ഓഫ് റിയലിസം. തൃത്വം നിഷേധിക്കുക, നിഷേധങ്ങളിലൂടെയാണ്. തൃത്വം നിഷേധിക്കുന്ന, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന, ബൈബിൾ വേർഡ് ഓഫ് ഗോഡ് അല്ല എന്ന് പറയുന്ന, യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സാൽവേഷൻ വിശ്വസിക്കാത്ത, അറ്റോൺമെന്റും ഇൻകാർണേഷൻ വിശ്വസിക്കാത്ത നമ്മുടെ കാർഡിനൽ ഡോക്ടേഴ്സ്, നമ്മുടെ സഭയുടെ തിയോളജി അംഗീകരിക്കാത്തവരുമായി വിവാഹബന്ധം പാടില്ല. ദൈവശാസ്ത്രം വളരെ പ്രധാനമാണ്. എക്സോഗമി ഞാൻ എതിർക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എക്സോഗമി, എൻഡോഗമിയാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ ഫെയ്ത്ത് വളരെ പ്രധാനമാണ്, ദൈവശാസ്ത്രം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം. ദൈവശാസ്ത്രം പ്രണയവുമായി ബന്ധപ്പെട്ട് ഈ 20 യുവതി അയച്ചതിനകത്ത് ആരും പ്രണയം ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ ചോദിക്കുമെന്ന്. അപ്പൊ പ്രണയവുമായി ബന്ധപ്പെട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചോദിക്കും? പാസ്റ്റർ എന്ത് വിചാരിച്ചായിരിക്കും ചോദിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബൈബിളിൽ പ്രണയത്തെക്കുറിച്ച് ഒരു പുസ്തകം തന്നെയുണ്ട്. ഏത് പുസ്തകം? ഉത്തമഗീതം. പ്രണയത്തെക്കുറിച്ച് പൗരസ്ത്യ കാൽപ്പനികത ഒട്ടും ചോർന്നു പോകാതെ വളരെ മനോഹരമായിട്ടാണ് പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട്. ഏറിയ വെള്ളങ്ങൾക്ക് പ്രേമത്തെ കെടുക്കാൻ കഴിയില്ല. പറയാണ്, നിന്റെ പിന്നാലെ എന്നെ വരിക്ക, എന്നെ വീട് നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. വരിക, വെളും പ്രദേശത്തിലേക്ക് പോകാം. മുന്തിരിവള്ളി പൂവിട്ടോ, നാരകം കായ്ച്ചോ, മാതള നാരങ്ങ കായ്ച്ചോ, അത്തികൾ തളിർത്തോ, ഇത് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും. എത്ര മനോഹരമാണ് ക്ലാസിക്കലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രണയത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന വളരെ ക്ലാസിക്കലായിട്ട് പുസ്തകമാണ് ശലോമോന്റെ ഉത്തമഗീതം. പക്ഷേ ഈ ഉത്തമഗീതത്തിൽ 4 പറഞ്ഞിരിക്കുന്നു സമയത്തിന് മുമ്പ് പ്രേമത്തെ ഇളക്കരുത്. പ്രേമത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ആ ഉത്തമഗീതത്തിൽ 4 പറഞ്ഞിരിക്കുന്നു സമയത്തിന് മുമ്പ് പ്രേമത്തെ ഇളക്കരുത്. എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം പകരാൻ, പ്രേമം പകരാൻ നിങ്ങൾക്കൊരു വെസൽ, ഒരു പാത്രം കിട്ടുന്നിടം വരെ ഈ പ്രേമത്തെ ഇളക്കാൻ പാടില്ല. അത് കൃത്യമായി പറയുന്നുണ്ട്. പ്രേമത്തെക്കുറിച്ച് മനോഹരമായി അവതരിപ്പിച്ചിട്ടാണ് പറയുന്നത്, മനോഹരമായി. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ സമയം, അതിൻ്റെ ഏജ്, അതിൻ്റെ സമയം, നിങ്ങൾ പഠിക്കുന്ന സമയം പഠിക്കുക. നിങ്ങളുടെ പഠനത്തിൻ്റെ ഫോക്കസ്, കോൺസെൻട്രേഷൻ അത് നഷ്ടപ്പെടാൻ പാടില്ല. തക്ക സമയത്ത് ഈ പ്രേമം, ഈ സ്നേഹം പകരാൻ ഒരു പാത്രം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് സമയത്തിന് മുമ്പ് പ്രേമത്തെ ഇളക്കരുത് എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഇടപെടുമ്പോൾ നമുക്കുണ്ടാകുന്ന എത്തിക്സ് ബൈബിൾ പറയുന്നുണ്ട്. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കന്യകയെ എങ്ങനെ നോക്കും എന്ന് പറയുന്നുണ്ട്. തീമത്യോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇളയവരെ സഹോദരിമാരെ പോലെയും മൂത്തവരെ അമ്മമാരെ പോലെയും കാണണം. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, ദാമ്പത്യാവസ്ഥയുമായി ബന്ധപ്പെട്ട്, ബൈബിളിന്റെ ലൈംഗിക സദാചാരബോധവുമായി ബന്ധപ്പെട്ട് മനോഹരമായി പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ്. കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ കേട്ടോണം. ഏറ്റവും മനോഹരമായി പെൺകുട്ടികളുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന, പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന, സ്ത്രീകളെ ഇത്രയും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന, വുമൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പുസ്തകം ബൈബിൾ മാത്രമാണ്. ഞാൻ ഇസ്ലാം പഠിച്ചിട്ടുണ്ട്, ഹിന്ദുയിസം പഠിച്ചിട്ടുണ്ട്, എങ്ങുമില്ല. ഹിന്ദുയിസിന്റെ കാര്യം പറയാനേ പറ്റത്തില്ല. പറഞ്ഞാൽ നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് പഴയ കാര്യങ്ങൾ പറയാൻ മനസ്സിലാകത്തില്ല. പ്രായമുള്ളവർ ചോദിച്ചറിയാം. പുളികുടി, തിരണ്ട് കല്യാണം, കെട്ട് കല്യാണം, ദേവദാസി സമ്പ്രദായം, ഇല്ലേ, മണ്ണാപ്പേടി, പുലാപ്പേടി എന്നൊക്കെ പണ്ട് ആചാരങ്ങളാണ്. അച്ഛനറിയാം, പണ്ടത്തെ ആചാരങ്ങളാണ്.
ദേവദാസ്യ സമ്പ്രദായം, സ്ത്രീധന പിന്നെ സംബന്ധം എന്ന് പറഞ്ഞാൽ നായന്മാരുടെ വീടുകളിൽ, ബ്രാഹ്മണരുടെ വീടുകളിൽ മൂത്തവനെ ഉള്ളു വേളി, ഇളവനല്ല സംബന്ധമാണ്. ആരുമായിട്ടാ? നായർ സ്ത്രീകളുമായി. ഇങ്ങനെ അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അനാചാരങ്ങൾ ഉണ്ടായിരുന്നൊരു മതമായിരുന്നു ഹിന്ദു മതം. കുറച്ചൊക്കെ പരിഷ്കരിച്ചു, കുറച്ചൊക്കെ. ഇസ്ലാമിന്റെ കാര്യം പറയാനേ പറ്റത്തില്ല. ഇസ്ലാമിനകത്ത് സ്ത്രീകൾക്ക് ഒരു സ്റ്റാറ്റസും ഇല്ല. സ്ത്രീകളുടെ ഒരു റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. വിവാഹമോചനം അനുവദനീയമാണ്. കിടപ്പറയിൽ വെച്ച് തന്നെ അവിടെ ഒഴിവാക്കാം. ഒരേ സമയം 4 വിവാഹം അനുവദനീയമാണ്. വിദേശത്തായിരിക്കുമ്പോൾ താൽക്കാലിക കല്യാണം, മുത്തുവ കല്യാണം കഴിക്കാം. പ്രായ വിഷയമല്ല. അവളെ ഉപദ്രവിക്കാം. അവളെ കൃഷിയിടമെന്നാണ് വിളിച്ചിരിക്കുന്നത്. ഏറ്റവും മോശപ്പെട്ട പ്രയോഗമാണ് അത്. കൃഷിയിടമെന്ന് വിളിക്കുക, അവളെ വസ്ത്രമെന്ന് വിളിക്കുക, വസ്ത്രം പോലെ കാണണമെന്ന് വിളിക്കുക. ഇങ്ങനൊന്നും ബൈബിൾ പറയുന്നില്ല. അങ്ങനെ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് പറയുന്നത്. ബുർക്കയും പർദ്ദയും ഒക്കെ ഇട്ട് വരിഞ്ഞു മുറുക്കി വളരെ കൃത്യമായി സ്വാതന്ത്ര്യങ്ങൾ. ഇപ്പോഴാണ് പള്ളിക്കൂടത്തിൽ പോകുന്നത്. പള്ളിക്കൂടങ്ങളിൽ പോകാതിരിക്കുക, പൊതുസ്ഥലങ്ങളിൽ പോകാതിരിക്കുക, ആരാധനാലയങ്ങളിൽ കയറ്റാതിരിക്കുക. ഈ ഒരു രീതികളേക്കാണ് ഉണ്ടാകുന്നത്. അതിനെതിരെയാണ് ഇറാനിലും പാകിസ്ഥാനിലും ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഫ്രീ തിങ്കിന്റെ ഭാഗമായി വലിയ ചർച്ച നടക്കുന്നത്. 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു പ്രാകൃതമായ നിയമം, അപരിഷ്കൃതമായൊരു നിയമം, ഗോത്ര പൗരോഹിത്യ ബലിഷ്ടമായൊരു നിയമം ആധുനിക ലോകം തള്ളിക്കളയുകയാണ്. 6-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ച പ്രാകൃതമായൊരു നിയമം ഇന്ന് ആധുനികാനന്തര ലോകം തള്ളിക്കളയുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ പൗര നിയമങ്ങൾക്ക്, സിവിൽ നിയമങ്ങൾക്ക്, മനുഷ്യാവകാശത്തിന് യോജിക്കാത്തതായതുകൊണ്ട് ഇന്ന് ഇറാനിലൊക്കെയാണ് ഹിജാബ് വലിച്ചെറിഞ്ഞിട്ട് ഓടി കണ്ടില്ലേ, വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. അതല്ല ബൈബിൾ. ബൈബിൾ പറയും നിങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല, നിങ്ങളുടെ കൈപ്പായിട്ട് പോലെ ഇരിക്കാൻ പാടില്ല, ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല, പീഡിപ്പിക്കാൻ പാടില്ല, അപമാനിക്കാൻ പാടില്ല, അവളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, പോറ്റി പുലർത്തണം എന്നുള്ള രീതിയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സ്റ്റാറ്റസ് ഉള്ള, സ്ത്രീകളെ ബഹുമാനിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. ഈ ബൈബിൾ തള്ളിക്കളഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിൽ ആടിനെ തീറ്റാൻ പോയത്. അവിടാണ് സോണി സെബാസ്റ്റ്യൻ പോയത്. നമ്മുടെ മെറിലിൽ സിറിയായി പോയത്. മെറിലിന്റെ ഭർത്താവിനെ അമേരിക്കൻ ഡ്രോൺ കൊന്നുകളഞ്ഞു. ഇവിടുന്ന് പോകുമ്പോഴത്തേക്കിന് അവൾ ഗർഭിണിയായിരുന്നു. പാലക്കാട് പോകുമ്പോൾ ഭർത്താവിനെ കൊന്നുകളഞ്ഞു. സോണി സെബാസ്റ്റ്യൻ ഇവർ രണ്ടൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതാണ്. ആരാ പറഞ്ഞത്? 6-ാം നൂറ്റാണ്ടിലെ പോലെ ആടിനെ തീറ്റിയാല് സ്വർഗത്തിൽ പോകുന്ന ആരാണ് ഇത് പഠിപ്പിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പെൺകുഞ്ഞുങ്ങളോടും ആൺകുഞ്ഞുങ്ങളോടും പറയുന്നു, ക്രിസ്ത്യാനിറ്റി ഇസ്ലാമിനേക്കാൾ ശ്രേഷ്ഠമാണ്. ക്രിസ്ത്യാനിറ്റി മറ്റു മതങ്ങളെക്കാൾ വളരെ പെക്യുലാരിറ്റിയുള്ള, സുപ്പീരിയോറിറ്റിയുള്ള ഒരു വ്യവസ്ഥയാണ്. ക്രിസ്ത്യാനിറ്റിയാണ് ശ്രേഷ്ഠം. യേശു ക്രിസ്തുവാണ് സുപ്പീരിയർ പേഴ്സൺ. ബൈബിളാണ് യുണീക്കായിട്ടുള്ള പുസ്തകം, വേർഡ് ഓഫ് ഗോഡ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യനായിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്ത്യനായിരിക്കുന്നത് നിങ്ങളുടെ പേരൻസ് ക്രിസ്ത്യൻ ആയതുകൊണ്ടല്ല. ഞാൻ ക്രിസ്ത്യനായിരിക്കുന്നത് എൻ്റെ പേരൻസ് ക്രിസ്ത്യൻ ആയതുകൊണ്ടല്ല, എൻ്റെ അമ്മയുടെ പിതാവ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉപദേശിയായതുകൊണ്ടല്ല. ഞാൻ ക്രിസ്ത്യനായിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റി എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായതുകൊണ്ടാണ്. ക്രിസ്തു എല്ലാവരെക്കാളും സുപ്പീരിയർ ആയതുകൊണ്ടാണ്. ബൈബിൾ വേർഡ് ഓഫ് ഗോഡ് എല്ലാത്തിനേക്കാളും വേർഡ് ഓഫ് ഗോഡ് ആയതുകൊണ്ടാണ്, ആധികാരികമായതുകൊണ്ടാണ്, അതിൻ്റെ അതോറിറ്റി കൊണ്ടാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ നിങ്ങൾ തിരിച്ചറിയണം. അതിനകത്തെ സ്ത്രീകളുടെ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് അത് പറഞ്ഞപ്പോഴാണല്ലോ ഗലാത്യർ 3:28 ഗലേഷ്യൻസ് 3:28 ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ. അത് കൊലോഷ്യൻസ് 3:11 പറയുന്നുണ്ട്. കൊലോസ് ലേഖനം 3:11 പറയുന്നുണ്ട്. കൊലോസ് ലേഖനം 3:11 പറയുന്നുണ്ട്, ഒരു ഡിസ്ക്രിമിനേഷനും അവരുടെ ഉണ്ടാകാൻ പാടില്ല. കണ്ടോ? സ്ത്രീ ആയതിന്റെ പേരിൽ, കണ്ടോ? അത് തന്നെ പറയുന്നത്, സ്ത്രീ ആയതിന്റെ പേരിൽ ഒരു ഗലേഷ്യൻസ്. ഇത് നിങ്ങൾ യൂണിവേഴ്സിറ്റി പിള്ളേർ കൂട്ടുകാരി ചോദിക്കും, തുല്യ ഗമയിൽ ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് വരും. ഇതൊക്കെ 2000 കൊല്ലം മുമ്പ് 5000 കൊല്ലം മുമ്പ് ഇവള് പറഞ്ഞ കേസാണ്. മനസ്സിലായില്ലേ? അതൊന്നും ഫെമിനിസമോ മാർക്സിയൻ ഫെമിനിസമോ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം ഒന്നും കൊണ്ടുവന്നതാനൊന്നും അല്ല. അതിനൊക്കെ മുമ്പ് ഫ്രഞ്ച് വിപ്ലവത്തിലാണ് ഈ മുദ്രാവാക്യം ഉണ്ടായത്. ഏതാണെന്നറിയാം? ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ഇക്വാളിറ്റി. ഫ്രഞ്ച് വിപ്ലവത്തിലെ ബൂർഷാസിനെ വിളിച്ച മുദ്രാവാക്യ. അതിനത്ര 5000 വർഷം മുമ്പേ ബൈബിളിൽ പറയുന്നുണ്ട്. ഇവരൊന്നാണ് മനുഷ്യ സമുദായം. ആ ബൈബിളിന്റെ സ്വാധീനത്തിന്റെ, ഹേഗലിന്റെ സ്വാധീനത്തിലാണ് മാർക്സ് ഇതെല്ലാം അടിച്ചെടുത്തത്. മാർക്സ് ജൂ ആയിരുന്നല്ലോ. കാർൽ മാർക്സ് ജൂ ആയിരുന്നു. ഈ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായി ആരാണ്, ഞാൻ വേഗം പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിക്കാം. ആരാണ്? അതുകൊണ്ട് who am I? What we believe. ചോദ്യം, ഞാൻ ആരാണ് എന്നൊരു
ഐഡന്റിറ്റി ക്രൈസിസിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. ഐഡന്റിറ്റി ക്രൈസിസ്. ഞാൻ ആരാണെന്ന് അറിയത്തില്ല. എൻ്റെ റിലിജിയൻ എന്താണ്, എൻ്റെ തിയോളജി എന്താണ്, സഭയ്ക്കകത്ത് എൻ്റെ സ്റ്റാറ്റസ് എന്താണ്, സഭയ്ക്ക് പുറത്ത് എൻ്റെ റോൾ എന്താണ്, എൻ്റെ ഫിലോസഫി എന്താണ്, എൻ്റെ ജെൻഡർ എന്താണ്, എൻ്റെ എത്തിക്സ് എന്താണ്, ഹു ആം ഐ, ഞാൻ ആരാണ്, വാട്ട് വി ബിലീവ്, എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ഐഡന്റിറ്റി എന്താണ്, അതാണ് പ്രധാനം. അതാണ് ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഐഡന്റിറ്റി, മൈ ഐഡന്റിറ്റി ഈസ് ഡിഫൈൻഡ് ബൈ മൈ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമാണ് നിങ്ങളുടെ ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ആ ദൈവമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഈ സെഷൻ കഴിയുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ വരണം. യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്. നിങ്ങളുടെ ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ദൈവമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്. പേരൻസ് പള്ളി വരുന്നതുകൊണ്ട്, പപ്പ വിളിച്ചതുകൊണ്ട്, അവർ വരുന്നുണ്ട്, അവരുടെ വണ്ടിയെ കയറി വരുവാണോ? ദൈവമായിട്ട് നിങ്ങൾക്ക് യുണീക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാകണം. യുണീക്ക് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ദൈവമായിട്ടുണ്ടാകണം. ആ റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഐഡന്റിറ്റിയെ, സ്വത്വത്തെ ഡിഫൈൻ ചെയ്യുന്നത്. ഞാൻ ആരാണ്? ഒറിജിൻ, പർപ്പസ്, ഡെസ്റ്റിനി. ഇത് മൂന്നും ഡിഫൈൻ ചെയ്യുന്നത് ബൈബിളാണ്. ക്രിസ്ത്യാനിറ്റി മാത്രമാണ് ഇത് മൂന്നും ഡിഫൈൻ ചെയ്യുന്നത്. ഒറിജിൻ, നിങ്ങൾ എവിടുന്ന് വന്നു, നിങ്ങൾ എവിടെ ആയിരുന്നു, എവിടുന്ന് വന്നു, എങ്ങനെ ജനിച്ചത്, ജനിക്കുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു, ഒറിജിൻ. പർപ്പസ്, നിങ്ങളുടെ ഈ ജീവിതത്തിന്റെ പ്ലാൻ എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ, നിങ്ങളുടെ ലൈഫിന്റെ പ്ലാൻ എന്താണ്, എറ്റേണൽ പർപ്പസ് എന്താണ്. നിങ്ങൾ ഈ ലോകം വിട്ട് കഴിയുമ്പോൾ ഡെസ്റ്റിനി, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഉണ്ടോ? ഇത് പറയുന്ന ഒരു റിലിജനും ഇല്ല. അതുകൊണ്ട് ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ സൂയിസൈഡ് വർദ്ധിക്കുകയാണ്. ഇത് മൂന്നിനെ അറിയാത്തതുകൊണ്ടാണ്. ഒറിജിനും പർപ്പസും ഡെസ്റ്റിനിയും അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആരാണ്? എഫേഷ്യൻസ് 2:10, എഫേസ്യ ലേഖനം 2:10 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ഡൗട്ടും വേണ്ട. യു ആർ ദ വർക്ക്മാൻഷിപ്പ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ വർക്ക്മാൻഷിപ്പാണ്. അതാണ് എഫേസ്യ ലേഖനം 2:10 പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ വർക്ക്മാൻഷിപ്പാണ്. നിങ്ങൾ ദൈവത്തിന്റെ വർക്ക്മാൻഷിപ്പാണ്. I am created by God. I am created in the image of God. അങ്ങനെ നിങ്ങളുടെ ഒറിജിൻ എന്താണ്? നിങ്ങൾ എവിടുന്ന് വന്നു? നിങ്ങളുടെ ജനനത്തിന്, എൻ്റെ ജനനത്തിന് നമ്മളാരും ഉത്തരവാദികളല്ല. ഏകപക്ഷീയമാണ്. നിങ്ങളെ ജനിപ്പിച്ചത് ദൈവമാണ്. ദൈവമാണ് തീരുമാനിച്ചത്. അതാണ് 139 സങ്കീർത്തനം 139 സാംസ് 139 സങ്കീർത്തനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതീവ രഹസ്യമായി ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങൾ പിടിപ്പിച്ച നൂലുകൾ കൊണ്ട് കുട്ടമടയുന്നത് പോലെ എന്നെ മെടഞ്ഞപ്പോൾ, അൺഫോംഡ് സബ്സ്റ്റൻസ്, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ, ഒരു കുഞ്ഞായില്ല, ഒരു പിണ്ണാകാരം. അതിൻ്റെ ആദ്യത്തെ സൈക്കോട്ട് സ്റ്റേജ്. അമ്മ അറിഞ്ഞത് വൈകിയാണ്, അപ്പൻ അറിഞ്ഞു വൈകിയാണ്. അമ്മ അറിയുന്നതിന് മുമ്പ് നിങ്ങളെ അറിഞ്ഞവനായൊരു ദൈവമുണ്ട്. നിങ്ങളെ ആരാ ഡിസൈൻ ചെയ്തത്? നിങ്ങളുടെ പേരൻസിനെ ആരാ തിരഞ്ഞെടുത്തത്? എന്നെ ജനിപ്പിക്കണം എന്ന് നമ്മൾ ആരും ആപ്ലിക്കേഷൻ കൊടുത്തതല്ല. നിങ്ങളുടെ ജനനത്തിന് ഉത്തരവാദി ദൈവമാണ്. നിങ്ങളുടെ പേരൻസിനെ തിരഞ്ഞെടുത്ത ദൈവമാണ്. നിങ്ങൾ ദൈവത്തിന്റെ വർക്ക്മാൻഷിപ്പാണ്. അവിടെയാണ് നിങ്ങളുടെ ദൈവത്തിന്റെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ ആരംഭിക്കുന്നത്. അവിടെയാണ്. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചത്. എൻ്റെ ജനനത്തിന് ദൈവത്തിന് എറ്റേണൽ പർപ്പസ് ഉണ്ട്. ദൈവത്തിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ആ മിഷന്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ജന്മം. ദൈവത്തിന് വർക്ക്മാൻഷിപ്പാണ്. ഒരു ചൈൽഡ് ഓഫ് ഗോഡാണ്. ഞാൻ ദൈവത്തിന്റെ മകളാണ് കേട്ടോ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഞാൻ ദൈവത്തിന്റെ മകളാണ്. എല്ലാവരും പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ മകളാണ്. അല്ലേ? ഇഷ്ടമല്ലേ? ഞാൻ ദൈവത്തിന്റെ മകളാണ്. പറഞ്ഞിട്ടില്ല, ഞാൻ ദൈവത്തിന്റെ മകളാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഞാൻ ദൈവത്തിന്റെ മകനാണ്. ദൈവനാണ് എന്നെ സൃഷ്ടിച്ചത്. ഞാൻ ദൈവത്തിന്റെ ചൈൽഡാണ്. ചൈൽഡ് ഓഫ് ഗോഡ്, ചിൽഡ്രൻസ് ഓഫ് ഗോഡ്, ചൈൽഡ് ഓഫ് ഗോഡ്, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ഹോളി നേഷൻ.
ചോസൻ ജനറേഷൻ, എന്തൊക്കെ പേരെ വിളിച്ചിരിക്കുന്നത്? ക്രിയേറ്റഡ് ബൈ ഗോഡ്. നമ്മുടെ ഇമേജ് എവിടുന്ന? ആദമിന്റെ ബയോളജിക്കൽ ഫാദർ ആരാ? നമുക്കറിയാം. ആദമിന്റെ ബയോളജിക്കൽ ഫാദർ ആരാ? അപ്പൊ ഇമേജ് എവിടുന്ന കിട്ടിയത്? ഹിസ് ഓൺ ലൈക്ക്നെസ് ആൻഡ് ഇമേജ്. ദൈവത്തിന്റെ ഇമേജ് ആണ്. ഒന്നുമില്ലായ്മ എന്നുള്ള പാട്ട് എന്തൊരു തെറ്റുണ്ട്. ഒന്നുമില്ലായ്മ എന്നല്ല അത് കിട്ടിച്ചത്, ദൈവത്തിൽ നിന്നാണ് കിട്ടിയത്. പാട്ടുകളുടെ കാര്യമൊന്നും പറയണ്ട. അവിടെ ബെർമിഹാമിൽ ഒരു രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ ഉണ്ടായിരുന്നു. പ്ലസിനും ഉണ്ടായിരുന്നു. അത് രസമായിരുന്നു. പ്ലസിന് ഇരുന്നുകൊണ്ട് വലിയ വിഷമം എനിക്ക് തോന്നി. കടന്നാക്രമണമായിരുന്നു എൻ്റെ. ഞാൻ പറഞ്ഞു വന്നത് പാട്ടിൻ്റെ കാര്യമൊന്നും പറയണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒന്നുമില്ലായ്മ എന്നല്ല, ഔട്ട് ഓഫ് എക്സ് നിഹിലോ, ഔട്ട് ഓഫ് നദിയിൽ നിന്നല്ല. ദൈവത്തിൻ്റെ ഇമേജ്, റിലേറ്റീവ് ആട്രിബ്യൂട്ട്സ് കണ്ടോ? ദൈവത്തിൻ്റെ ഇമേജിലാണ്. അവിടെ തന്നെ നിങ്ങൾക്കൊരു സ്വത്വബോധം ഉണ്ടാവും. ഐഡന്റിറ്റി ക്രൈസിസ് ഒന്നും വേണ്ട കേട്ടോ. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഹിസ് ഓൺ ലൈക്ക്നെസ് ആൻഡ് ഇമേജ്. ദൈവത്തിന്റെ ഇമേജ് വേറെ ഒരു സൃഷ്ടിക്കുമില്ല. എല്ലാ സൃഷ്ടിക്കും അതത് തരം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് അങ്ങനെ എഴുതിയിരിക്കുക. അതത് തരം വൃക്ഷത്തിന്റെ നാറി, അതത് തരം ഡിസൈൻ കൊടുത്തപ്പോൾ ഹിസ് ഓൺ ലൈക്ക്നെസ് ആൻഡ് ഇമേജ് മനുഷ്യന് മാത്രം. ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ളവരാണ്. ഞാൻ ദൈവത്തിന്റെ വകയാണ്. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ക്രിയേറ്റർ, ദൈവത്തിന്റെ വർക്ക്മാൻഷിപ്പാണ്. അതാണ് ഇന്ത്യ ബൈബിൾ എന്ത് കൊണ്ടുവന്നില്ലേ? വെരി ഷോർട്ട് ബൈബിൾ വീട്ടിലാണ്. അപ്പം അതാണ് എഫേഷ്യ ലേഖനം, എഫേഷ്യൻസ് 2:10 എന്ന് പറയുന്നത് വർക്ക്മാൻഷിപ്പാണ്. ദൈവം എന്നെ സൃഷ്ടിച്ചു. ആ എഫേസ്യർ 5:2 സൃഷ്ടിക്കും. പക്ഷേ അതിന് മുമ്പേ മുന്നൊരുക്കിയിരിക്കുന്നു കേട്ടോ. എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. ഒന്നിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. ജനിപ്പിച്ച ദൈവമാണെങ്കിൽ, നിങ്ങളുടെ ഭൂതകാലം ഡിസൈൻ ചെയ്ത ദൈവമാണെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ ദൈവങ്ങളിൽ സുരക്ഷിതമാണ്. എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുക. എല്ലാം കർത്താവിടെ പോയി. അപ്പം എല്ലാം എന്ത് ചെയ്യുന്നറിയാമോ? ഈ പ്രിപ്പയർഡാണ്. ദൈവമാണ് നിങ്ങളെ ഡിസൈൻ ചെയ്തെങ്കിൽ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. മുന്നൊരുക്കിയെന്നാ പറഞ്ഞിരിക്കും. മുന്നൊരുക്കിയിട്ടുണ്ടല്ല. ദൈവം എല്ലാം നിങ്ങളുടെ ഒരുക്കി. അതുകൊണ്ട് ഇതാണ് ഒറിജിൻ. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചു. ദൈവത്തിന് ഡിസൈൻ, ദൈവത്തിന് ഇമേജാണ്. അതുകൊണ്ട് എന്താ പർപ്പസ്? ക്രിസ്റ്റോസ് സെൻട്രിക് ലൈഫ് നയിക്കുക, ദൈവത്തെ പ്രൈസ് ചെയ്യുക, ദൈവത്തെ അറിയുക. നോ ക്രൈസ്റ്റ്. സംഗീതത്തിൽ പറയുന്നു, അവൻ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ടേസ്റ്റ്. ഫിലിപ്പിയ ലേഖനം 3:10 വായിക്കുന്നു, അനുഭവിച്ചറിയുക. അവനെയും അവന്റെ മരണത്തെ അനുഭവിച്ചറിയുക. യേശുവിനെ വ്യക്തിപരമായി അറിയുക. ഇതാണ് പർപ്പസ്. നിങ്ങളെ ഈ ഭൂമിയിലാക്കിയതിന്റെ പർപ്പസ്. നിങ്ങൾ ദൈവത്തെ അറിയണം. യോഹന്നാൻ 17:1 മുതൽ പറയുന്നു, പിതാവേ, നിന്നെയും നീ അയച്ച പുത്രനെയും അറിയുന്നതാണ് എറ്റേണൽ ലൈഫ്. ട്രൈയൂൺ ഗോഡിനെ അറിയുന്നതാണ് എറ്റേണൽ ലൈഫ്. ദൈവത്തെ അറിയുക. യേശു ക്രിസ്തുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കണം. ഡിറ്റർമിനേഷൻ വളരെ പ്രധാനമാണ്. ദൈവത്തെ അറിയുക. ദൈവം ആരാണെന്നറിയുക. ബൈബിളിൽ ദൈവം ഏകദൈവമാണ്. വൺ ഗോഡ്. മോണോത്തിസം ബൈബിളിൽ ഇരിക്കുന്നത്. വൺ ഗോഡ്. 3 ദൈവങ്ങളില്ല. തൃത്വം എന്ന് പറയുന്നത് 3 ദൈവങ്ങളല്ല കേട്ടോ. ട്രിനിറ്റി 3 ദൈവങ്ങളല്ല. 3 ആളത്വങ്ങളിൽ നിത്യനാശിത ഏകദൈവമാണ്. കോ ഈക്വൽ, കോ എറ്റേണൽ ആൻഡ് കോ എക്സിസ്റ്റൻസ്. എസൻസ് ഒന്നാണ്, ബീയിങ് ഒന്നാണ്. ഹോമോസിയോ എന്നതിന് പറയും. സാരാംശം ഒന്നാണ്. ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ആൻഡ് റെവലേഷൻ. അതാണ് ക്രൈസ്റ്റ്. ഒരു സംശയം ആൾക്കാർക്ക് എങ്ങനെയാ? തൃത്വത്തിൽ 3 ആളുകളാണ്. അവർ ഫംഗ്ഷനിൽ മാത്രമുള്ള വ്യത്യാസം. അങ്ങനെയാണ്. പിതാവിനെ കുറിച്ച് സംശയമില്ല, പരിശുദ്ധാവിനെ കുറിച്ച് സംശയമില്ല. പുത്രനെ കുറിച്ച് സംശയം വരാൻ കാരണം എന്താ? പുത്രൻ മനുഷ്യൻ സ്വീകരിച്ചുകൊണ്ടാണ്. മനുഷ്യനായേ പറ്റൂ. ദൈവം മനുഷ്യനായില്ലെങ്കിൽ റിഡംഷൻ നടക്കത്തില്ല. ദൈവം മനുഷ്യനായില്ലെങ്കിൽ റിഡംഷൻ നടക്കത്തില്ല, വീണ്ടെടുപ്പ് നടക്കത്തില്ല.
അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായത്. ദൈവത്തിന് മരിക്കാൻ പറ്റില്ല. ഇസ്ലാം ചോദിക്കുന്ന ചോദ്യ, ദൈവം മരിക്കുവോ? ദൈവം മരിക്കത്തില്ല, അതിനാ മനുഷ്യനായത്. പാപിയായ വ്യക്തിക്ക് പാപിയായ ആളെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാപമില്ലാത്തവൻ മരിക്കണം. അതുകൊണ്ട് പാപം അവന് പോയി ചുമത്തി, ഇമ്പ്യൂട്ടഡ് സിൻ, പാപം ചുമത്തുക ചെയ്ത്. ഈ മനുഷ്യത്തെ എവിടെ നിന്നാണ് സ്വീകരിച്ചത്? എങ്ങൊന്നും സ്വീകരിക്കണ്ട. എനിക്ക് എന്തെങ്കിലും എടുക്കണമെങ്കിൽ, പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ എൻ്റെ കഴിവുകേടാ, മനസ്സിലാകുന്നു? ഫുൾനെസ് അല്ലത്. സർവസമ്പൂർണതയും ദേഹരുമായി അവനെ ഇറങ്ങി വസിക്കുന്നു. ഹോൾനെസ്, ഫുൾനെസ്, കംപ്ലീറ്റ്നെസ്, പ്ലറോമ. ദൈവം തന്നെ പൂർണ്ണനാണ്. ദൈവത്തിന് എന്തെങ്കിലും സ്വീകരിക്കാൻ, പുറത്തുനിന്ന് സ്വീകരിക്കണമെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണതയെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് മനുഷ്യത്വം സ്വീകരിക്കാൻ എങ്ങൊന്നും മനുഷ്യത്വം എടുക്കണ്ട. തൃത്വത്തിൽ തന്നെ മനുഷ്യത്വം. ദൈവത്തിൽ മനുഷ്യത്വമുണ്ട്, പുത്രത്വമുണ്ട്, പിതൃത്വമുണ്ട്, മാതൃത്വമുണ്ട്. എൽഷദായ് എന്ന വാക്കിന്റെ അർത്ഥം അതാ. ഷാടെന്ന് പറഞ്ഞ പ്രശ്നം, പാലൂട്ടി വളർത്തുന്നതെന്നാ. മാതൃത്വമുണ്ട്, പ്രവാചകത്വമുണ്ട്, പൗരോഹിത്യം, എല്ലാം തൃത്വത്തിലുണ്ട്. ആട്രിബ്യൂട്ട്സ് അതെല്ലാം ഗണങ്ങളാ, സവിശേഷമായ ലക്ഷണങ്ങളാ. അബ്സല്യൂട്ട് ആട്രിബ്യൂട്ട്സും റിലേറ്റീവ് ആട്രിബ്യൂട്ട്സും ഉണ്ട്. ക്യാരക്ടറാണ്. അല്ലാതെ കത്തോലിക്ക് പഠിപ്പിക്കുന്ന മറിയത്തിൽ നിന്ന് ശരീരവും പിതാവിൽ നിന്ന് ദൈവത്തെ എടുത്തു, അങ്ങനല്ല. ഒന്നും സ്വീകരിച്ചില്ല. പിന്നെ ഈ ഭൂമി ജനിക്കാൻ ഒരു ടൂൾ, ഹിസ്റ്റോറിക്കൽ ഈ ചരിത്രത്തിലേക്ക് ജനിക്കാൻ ഒരു ടൂൾ ആവശ്യമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആദമെടുത്ത ശരീരം സ്വീകരിച്ച് അതാണ് തിരിച്ചു വയ്ക്കുന്നത്. ആദമിന്റെ ശരീരം സ്വീകരിക്കണ്ടായിരുന്നില്ല. എവിടുന്ന ശരീരം? ദൈവത്തിൽ നിന്നാ. ആദമിന്റെ ബയോളജിക്കൽ ഫാദർ ആരാ? ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു സങ്കീർത്തനത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിലെല്ലാം ഉണ്ട്. ആ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. മനുഷ്യ ശരീരം എടുക്കുകയല്ല ചെയ്തത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് തീമോഥെയോസ് പറയുന്നത്. വെളിപ്പെടുകയാണ് ചെയ്തത്, ജഡത്തിൽ വെളിപ്പെടുകയാണ് ചെയ്തത്. വചനത്തിന്റെ ശരീരധാരണമാണ്. അതുകൊണ്ട് താഴ്ച ഭവിച്ചവനായി ബൈബിളിൽ കാണുന്നുണ്ട് കേട്ടോ. താഴ്ച ഭവിച്ചവനായി, സബ്മിസീവായി, സബോർഡിനേറ്റീവായി ബൈബിളിൽ കാണുന്നുണ്ട്. പിതാവ് എന്നേക്കാൾ വലിയവൻ, നിങ്ങളുടെ ദൈവം എൻ്റെ ദൈവം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, മനുഷ്യത്വത്തിലാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും നിങ്ങൾ രണ്ടായിട്ട് പഠിക്കണം. യേശുവിനെ താഴ്ച ഭവിച്ചവനായി ബൈബിളിൽ എവിടെല്ലാം പറയുന്നുണ്ടോ അത് മുഴുവൻ തൻ്റെ ഇൻകാർണേഷനുമായി ബന്ധപ്പെട്ട്, റിഡംറ്റീവ് വർക്കുമായി ബന്ധപ്പെട്ട്, തൻ്റെ മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട്, തൻ്റെ സെർവൻറ്ഹുഡുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഈ താഴ്ച ഒരിക്കലും എറ്റേണൽ സബ്മിഷൻ അല്ല. പിതാവിനേക്കാൾ താണവനല്ല പുത്രൻ, പുത്രനേക്കാൾ താണവനല്ല പരിശുദ്ധാത്മാവ്. അത് പഠിപ്പിക്കുന്നത് സബോർഡിനേഷണലിസം എന്ന് പറഞ്ഞ തിയറിയ. തൃത്വത്തിൽ രണ്ടാമെന്ന് പറയുന്നതിൽ തന്നെ പ്രശ്നമുണ്ട്. തൃത്വത്തിൽ മൂന്നാമെന്ന് ഹോളി സ്പിരിറ്റ് പറയുന്നതിൽ തന്നെ പ്രശ്നമുണ്ട്. ദൈവശാസ്ത്രപരമായി നമ്മളുടെ പറഞ്ഞതിന് കുഴപ്പമില്ല, ഡിബേറ്റിൽ ഉപയോഗിക്കത്തില്ല. മനസ്സിലായോ? വെളിപ്പാടിന്റെ ക്രമമാണ്, അല്ല രണ്ടാം സ്ഥാനമല്ല, സബോർഡിനേറ്റീവ് അല്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവമല്ലാതിരുന്ന ഒരു സന്ദർഭമില്ല. യേശുക്രിസ്തുവിന്റെ ദൈവത്വം നമ്മൾ അംഗീകരിക്കുന്നതിന് 6 കാരണങ്ങളാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ദൈവിക നാമങ്ങൾ. സക്കീർനായിക്ക് ചോദിക്കുന്ന യേശുക്രിസ്തുവിനെ ബൈബിൾ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാണ്. ആ മനുഷ്യൻ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. ഐസിയ 9:6 ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ടെന്താ പറയുക? വീരനാം ദൈവം, മൈറ്റി ഗോഡ്, മൈറ്റി ഗോഡ്. ഉണ്ടോ? യഹോസാക്ഷിക്കാരുടെ ബൈബിളില്ലല്ലോ, ശ്രദ്ധിച്ചോണേ. നിങ്ങളിവിടെ ജോലി ചെയ്യുന്ന യഹോസാക്ഷിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുടുക്കി കളയും. യഹോസാക്ഷിക്കാരുടെ ബൈബിൾ ശക്തനായ പടയാളിയാണ്, തിരുത്തി വെച്ചിരിക്കുക. അവർക്ക് വേറെ ബൈബിളുണ്ട്. മൈറ്റി ഗോഡ് ഉണ്ടോ? വീരനാം ദൈവം യേശുവിനെയാണ് വിളിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞിനെ തന്നെയാണ് എറ്റേണൽ ഫാദർ, ഫാദർ ഇൻ എറ്റേണിറ്റി. പുത്രത്വമാണ് നിങ്ങൾക്ക് പ്രശ്നം ചിലർക്ക്. ഈ കുഞ്ഞിനെ പിതാവ് എന്ന് വിളിച്ചിരിക്കുകയാണ്, നിത്യപിതാവ് എന്ന് വിളിച്ചിരിക്കുകയാണ്. മൈറ്റി ഗോഡ്. യോഹന്നാൻ 1:1 ദ വേർഡ് വാസ് ഗോഡ്, വചനം ദൈവമായിരുന്നു. റോമാലേഖനം 9:5 സർവ്വത്തിനും മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ. ഡയറക്റ്റായിട്ട് 9 വാക്യമാണ്. ഇന്ന് നമ്മൾ വായിച്ച കുറിവാക്കിയതാ. 1 യോഹന്നാൻ 5:20 സത്യദൈവവും നിത്യജീവനും യേശുവിനെ വിളിച്ചിരിക്കുകയാണ്. തീത്തോസിന്റെ ലേഖനം ഗ്രേറ്റ് ഗോഡ്, മഹാദൈവമേ. തോമസ് കണ്ടപ്പെടുന്ന പറയും മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എന്റെ ദൈവമേ. ഡയറക്റ്റായിട്ട് 9 വാക്യം. സക്കീർനാക്കി ഇതൊന്നും കണ്ടില്ലേ? യേശുവിനെ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നു ബൈബിളിൽ. 2, യേശുവിന്റെ ദൈവിക ലക്ഷണങ്ങൾ. ദൈവത്തിന് എന്തെല്ലാം ലക്ഷണങ്ങളുണ്ടോ അത് മുഴുവൻ യേശുവിനുണ്ട്. ഒംനിപൊട്ടൻസ്, ഒംനീഷ്യൻ,
ഒമ്നി പ്രസന്റ്, എറ്റേണിറ്റി, സർവശക്തി, സർവജ്ഞാനം, സർവ്വവ്യാപിത്വം, നിത്യനായിരിക്കണം, പരിശുദ്ധനായി, ഇതെല്ലാം ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് മുഴുവൻ. 3, ദൈവം ചെയ്യുന്ന ചുമതലകളെ യേശു ചെയ്യുന്നു. സൃഷ്ടിപ്പ് മുതൽ ജഡ്ജ്മെന്റ് വരെ എല്ലാ കാര്യങ്ങളും. 4, ഓൾഡ് ടെസ്റ്റമെന്റിൽ യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ന്യൂ ടെസ്റ്റമെന്റിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 5, പിതാവിനോട് അതേ തുല്യതയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. തുല്യതയിലേക്ക് അങ്ങനെ പറയുന്നില്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു. 6, യേശു ക്രിസ്തു ആരാധന സ്വീകരിക്കുന്നു. ഈ 6 ചിന്താവിഘടനയുടെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്നു. യേശു ദൈവമല്ല എന്ന് പറയുന്നവർ ഇസ്ലാം ഹോസാക്ഷികൾ ക്രിസ്ത്യാനിൽസ് ഒക്കെ ഉണ്ട്. ട്രിനിറ്റി നിഷേധിക്കുന്ന ആൾക്കാർ വണ്ണസ് പെന്റക്കോസ്റ്റൽസ് ഉണ്ട്. ഈ സബാസ്റ്റി മുന്നിക്കല്ലേ വണ്ണസ് പെന്റക്കോസ്റ്റൽസ് അവർ ഡിനൈ ചെയ്തവരാണ് ട്രിനിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ കുറിച്ച് ഒരു സംശയം വേണ്ട. ബൈബിൾ വേർഡ് ഓഫ് ഗോഡ് ആണ്, ഒരു സംശയം വേണ്ട. സാൽവേഷൻ യേശു ക്രിസ്തുവിന്റെ അറ്റോൺമെന്റ് പ്രായശ്ചിത്ത മരണം മാത്രമേ ഉള്ളൂ. അതിനൊരു ഒരു സംശയം വേണ്ട, ഒരു കൺഫ്യൂഷൻ വേണ്ട, ഒരു ആശയക്കുഴപ്പം വേണ്ട. അതുകൊണ്ട് ഹുവാമായി, ഞാൻ ആരാണ്, എൻ്റെ റിലിജിയൻ എന്താണ്, എൻ്റെ ടീച്ചിങ്സ് എന്താണ്, എൻ്റെ ക്രീഡ് എന്താണ്, എൻ്റെ ഫെയ്ത്ത് എന്താണ്, ഇതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട. അപ്പോൾ ഒറിജിൻ, പർപ്പസ്, അതിനെക്കുറിച്ച് ചോദ്യം ആരോ ചോദിച്ചിട്ടുണ്ട്. അത് നാളെ ഞാൻ പറയാം. ഹൗ ടു നോ ഗോഡ്സ് പർപ്പസ്. ദൈവത്തിൻ്റെ പർപ്പസ് ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ദൈവത്തെ അറിയുക, അവനെയും പിതാവിനെ അറിയുക, പുത്രനെ അറിയുക, പരിശുദ്ധാത്മാവിനെ അറിയുക. ദൈവത്തിൻ്റെ എറ്റേണൽ വിൽ എറ്റേണൽ സാൽവേഷനാണ്. അത് നിങ്ങൾ അറിയണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മുടെ യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. രണ്ട് കാര്യമേ ഉള്ളൂ. പിതാവേ, നീ എനിക്ക് തന്ന ശുശ്രൂഷ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. 2 കാര്യമുള്ളൂ. ഹൈ പ്രീസ്റ്റ്ലി പ്രയർ, ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 17, മഹാപുരുഷ പ്രാർത്ഥനയിൽ 2 കാര്യമാണ് പറയുന്നത്. 1, നീ എന്നെ ഏൽപ്പിച്ച മിനിസ്ട്രി മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 2, ഞാൻ നിന്നെ പ്രൈസ് ചെയ്യും. ദൈവം നിങ്ങളുടെ ആഗ്രഹിക്കുന്ന 2 കാര്യമേ ഉള്ളൂ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച മിനിസ്ട്രി മിഷൻ, ഈ ലൈഫിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്യുക, ദൈവത്തെ പ്രൈസ് ചെയ്യുക, വർഷിപ്പ് ചെയ്യുക, ഈ ദൈവത്തെ അറിയുക. അതാണ് ഈ ലൈഫ്. ഈ ലൈഫ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് ദൈവത്തെ അറിയാതെ, ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തെ സ്തുതിക്കാതെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ. ആരുടെ അതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഒരു ടാലൻറ്റും ഇല്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പം നാളെ ഞാൻ പറയാം. അപ്പം അങ്ങനൊന്നും ഇല്ല. ആ പറഞ്ഞതിനൊരു ടാലൻ്റാ. അങ്ങനെ എല്ലാവർക്കും ദൈവം വിവിധങ്ങളായ കൃപാവരങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് റെക്കഗ്നൈസ് ചെയ്യണം. ഇൻ എവരി സീഡ് ദർ ഇസ് എ ട്രീ. അറിയത്തില്ലേ? ഒരു സീഡ്, ഒരു വിത്ത് നിങ്ങൾ എടുക്കുമ്പോൾ അതിനകത്തൊരു ട്രീ ഉണ്ട്. ഒരു നെല്ലെടുക്കുമ്പോൾ, ഒരു കടുകുമണി എടുക്കുമ്പോൾ, ഒരു ചക്കക്കുരു എടുക്കുമ്പോൾ അതിനകത്തൊരു പ്ലാന്റ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു ചോളത്തിനകത്ത് ഒരു ചെറിയ ഒരു വിത്തിനകത്ത് വലിയ ഹാർവസ്റ്റാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇൻ എവരി സീഡ് ദേർ ഇസ് എ ട്രീ. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിത്തുള്ള സസ്യങ്ങൾ. ഒരു ചെറിയ സീഡ് കാണുമ്പോൾ അതിനകത്ത് വലിയ വൃക്ഷമുണ്ട്, നിങ്ങൾക്ക് അറിയത്തില്ല. അതാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ. നിങ്ങൾക്ക് ഒരു മിനിസ്ട്രി ഉണ്ട്, ടാലന്റ് ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുക. മൈൽസ് മൺറോ എന്ന് പറയുന്നൊരു സ്കോളറുണ്ട്, മൈൽസ് മൺറോ. അദ്ദേഹം ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2-3 പേരുണ്ടല്ലോ.
അതുപോലെ മൈൽസ് മൺറോ പറയുകയാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം ഏതാണ്. യൂട്യൂബിലൊക്കെ ഒരു പ്രസംഗം കിടപ്പുണ്ട്. മൈൽസ് മൺറോ ഒരു ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം ഏതാണ്. അപ്പോൾ ചോദിക്കുക ഓഡിയൻസിനുണ്ട്. ഓഡിയൻസ് പറഞ്ഞു സൗദിയിലെ എണ്ണപ്പാടം, റഷ്യയിലെ യുറേനിയം, ആഫ്രിക്കയിലെ സ്വർണ്ണക്കനി എന്നൊക്കെ ഉത്തരങ്ങൾ ഓരോരുത്തർ പറയുക. പുള്ളി പറഞ്ഞു ഇതൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം സൗദി അറേബ്യയിലെ എണ്ണപ്പാടം അല്ലെങ്കിൽ റഷ്യയിലെ യുറേനിയം അല്ലെങ്കിൽ ആഫ്രിക്കയിലെ സ്വർണ്ണക്കനി അല്ലെങ്കിൽ പിന്നെന്തോ. പുള്ളി പറഞ്ഞു ശവക്കോട്ടയാണ്, സെമിട്രിയാണ് ഉത്തരം. ആൾക്കാർക്ക് ഭയങ്കര കൗതുകം. സെമിട്രിയോ? സൗദിയിലെ എണ്ണപ്പാടങ്ങൾക്കും റഷ്യയിലെ യുറേനിയത്തിനും ആഫ്രിക്കയിലെ സ്വർണ്ണക്കനിക്കും ഇല്ലാത്ത വിലപിടിപ്പ് എന്താ ഈ സെമിത്തേരിക്ക്? പുള്ളി പറഞ്ഞു അവിടെയാണ് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത്. മണ്ണ് മാന്തി കൊണ്ട് കുഴിച്ചിട്ടിരിക്കുക. എന്തോ കുഴിച്ചിട്ടെന്നറിയാവോ? പാടാത്ത പാട്ടുകൾ, എഴുതാത്ത കവിതകൾ, പുസ്തകമാക്കാത്ത പ്രബന്ധങ്ങൾ. ഒന്നും കംപ്ലീറ്റ് ആകിയില്ല. പാട്ട് വന്നു, പാടിയില്ല. കവിത മനസ്സിലുണ്ടായിരുന്നു, കവിത എഴുതിയില്ല. ഇഷ്ടംപോലെ പ്രമേയങ്ങൾ, പ്രബന്ധങ്ങൾ, തിസീസുകൾ മനസ്സിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും പുസ്തകമാക്കിയില്ല. നെയ്ത്ത് ആരംഭിച്ചു, പൂർത്തിയാക്കിയില്ല. നെയ്ത് തുടങ്ങിയുള്ളൂ. ഒരു ശില്പം ഉണ്ടാക്കി അതിന് കളർ ചെയ്തില്ല. അത് വീടിൻ്റെ മൂലയ്ക്ക് വെച്ചിരിക്കുകയാണ്. അതിന് നിറം പൂശിയില്ല. ശില്പം ഉണ്ടാക്കി. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാത്ത ഡ്രീംസ്, പൂർത്തീകരിക്കാത്ത പ്രോജക്റ്റുകൾ എല്ലാം കൂടി കൊണ്ടുവന്ന് മണ്ണ് മാന്തി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് സെമിട്രി. അതാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം. അതുകൊണ്ട് മൈൽസ് മൺറോ പറയുന്നു മിഷൻ കംപ്ലീറ്റ് ചെയ്യണം, ദൗത്യം പൂർത്തീകരിക്കണം. പാട്ട് പാടണം, കവിത എഴുതണം, പ്രബന്ധങ്ങൾ പുസ്തകമാക്കണം, നെയ്ത്ത് അവസാനിപ്പിക്കണം. നിങ്ങൾ നിറം പൂശാതെ മാറ്റിവെച്ചിരിക്കുന്ന ശില്പത്തിന് നിറം പൂശണം. നിങ്ങളുടെ പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ പൂർത്തിയാക്കപ്പെട്ട ജീവിതമാണ് ഏറ്റവും സംതൃപ്തമായ ജീവിതം. ഒറിജിൻ, പർപ്പസ്, ഡെസ്റ്റിനി. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യാതെ ഈ ലോകം വിട്ടുപോകുന്നത് ഏറ്റവും നിരാശകരമായ ജീവിതമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. യാഗമർപ്പിച്ച ശേഷം രക്തമൊഴിച്ചു കളയുന്ന ഡ്രിങ്ക് ഓഫറിംഗ് ആണത്. എന്ന് പറഞ്ഞാൽ ഒഴിച്ച് തീർത്ത ശേഷം ബാക്കിയൊന്നും വെക്കുന്നില്ല. അതാണ് പാനീയ ഒഴിക്കുകയാണ്. കണ്ടോ? ഒഴിച്ച ശേഷം ഒന്നും ബാക്കി വെക്കാതെ മുഴുവൻ ഒഴിച്ചു തീർക്കുന്ന ജീവിതം. എൻ്റെ വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, ഇനി ഒന്നും തീർക്കാനില്ല, ഒന്നും തീർക്കാനില്ല, എല്ലാം ഒഴിച്ചു തീർത്തു, ഒന്നും ബാക്കി വെക്കാത്ത ജീവിതം. ഒരു കടപ്പാടുകളും ബാക്കി വെക്കാത്ത നിങ്ങളുടെ ജീവിതം. ആ കടപ്പാടുകൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് 100 വയസ്സ് വേണ്ട, 80 വയസ്സ് വേണ്ട, 50 വയസ്സ് വേണ്ട, 40 വയസ്സ് വേണ്ട, 35 വയസ്സ് പോലും വേണ്ട. ഒരു മനുഷ്യൻ 33 വയസ്സ് കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കി. 33 വയസ്സ് കൊണ്ട് ഒരു മനുഷ്യൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും മോശയുടെ പഞ്ചഗ്രന്ഥത്തിലും പറഞ്ഞിരിക്കുന്നത് ഞാൻ പൂർത്തിയാക്കി, പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കി, പിതാവിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം പൂർത്തിയാക്കി, എല്ലാം ചെയ്തു തീർത്തിട്ട് 33-ാമത്തെ വയസ്സിൽ ഒരാൾ മരിക്കുമ്പോൾ പറയുന്നു ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റായി, ഞാനെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അത് ചെയ്യാൻ നിങ്ങൾ 100 കൊല്ലം ജീവിച്ചിരിക്കേണ്ട. നിങ്ങളുടെ ഈ ആയുസ് മതി. വേദന കൊണ്ട് പുളയുമ്പോഴും ക്രൂശിന്റെ ചൂട്ട് നിൽക്കുന്ന അമ്മയുടെ ഉത്തരവാദിത്വം യോഹന്നാനെ ഏൽപ്പിച്ചിട്ട് ക്രൂശിൽ കിടക്കുമ്പോഴും കടപ്പാട് പൂർത്തീകരിച്ച മനുഷ്യൻ. നിങ്ങളുടെ ഈ ചെറിയ ജീവിതം മതി കേട്ടോ കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ ഈ ലൈഫ് മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അതിന് ഒത്തിരി നാൾ ജീവിച്ചിരിക്കേണ്ട ചെറിയ ജീവിതം, ചെറിയ ജീവിതം. ക്ലിൻ്റൺ എന്ന് പറയൊരു, നമ്മുടെ ക്ലിൻ്റൺ അല്ല, നമ്മുടെ നാട്ടിൽ ക്ലിൻ്റൺ എന്ന് പറയൊരു പയ്യനുണ്ട്. കേട്ടോ? ഇല്ല, ക്ലിൻ്റൺ എന്ന് കേട്ടോ? ക്ലിൻ്റൺ, ബിൽ ക്ലിൻ്റൺ. അപ്പം ക്ലിൻ്റൺ എന്ന് പേരുള്ള ആൾ സ്കോട്ട്ലൻഡിലുണ്ട്. നമ്മുടെ കൂട്ടുകാരുണ്ട്, അവൻ്റെ പേര് ക്ലിൻ്റൺ എന്നാണ്. ക്ലിൻ്റ് 6 വയസ്സ് ജീവിച്ചിരുന്നുള്ളൂ. 6 വയസ്സ്.
6-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. മരിക്കുമ്പോൾ 25,000 പടങ്ങൾ വരച്ചിരുന്നു. ക്ലിൻറ്റിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ സിനിമ ഇറങ്ങി. 60 വയസ്സ് ജീവിച്ചിട്ടുണ്ട്, ഒരു പടവും വരയ്ക്കാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് 6 വയസ്സിനിടയിൽ 500 പടം വരയ്ക്കുന്ന. 6 വയസ്സിനിടയിൽ ഇത്രയും ചിത്രങ്ങൾ വരച്ചൊരു പയ്യൻ, 6 വയസ്സുകാരനെ കുറിച്ച് സിനിമ ഇറങ്ങി. നിങ്ങൾ നോക്കൂ, ഒരു ലൈഫ് എത്രയോ ഫുൾഫിൽ ചെയ്തു എന്നുള്ളത്. ഒത്തിരി നാൾ ജീവിച്ചിരുന്നിട്ട് ആർക്കും പ്രയോജനമില്ല ജീവിതമല്ല. ഒറിജിൻ, പർപ്പസ്, ഡെസ്റ്റിനി. നിങ്ങളുടെ ലൈഫ് ഏറ്റവും പ്രധാനകരമാകണം, ഏറ്റവും സുഗന്ധപൂരിതമാകണം. ഈ ജീവിതം യേശുവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കണം. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോൾ യേശു അതിനെ സുഗന്ധപൂരിതമാക്കും, ഏറ്റവും മനോഹരമാക്കി. ദൈവം നിങ്ങളെ ഏറ്റവും നല്ല വെപ്പൺസാക്കി, വെസൽസാക്കി ദൈവം നിങ്ങളെ മാറ്റും. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് യേശുവിന് സമർപ്പിക്കണം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹുവാമായി, ഞാൻ ആരാണ്? വാട്ട് വി ബിലീവ്, എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്? ഈ PYPയുടെ ലീഡർഷിപ്പിൽ നിങ്ങൾ എഴുതി കൊടുത്ത 20 ചോദ്യമുണ്ട്, 19 ചോദ്യമുണ്ട്. അതിന് എല്ലാം നാളെ ഞാൻ ഉത്തരം പറയും കേട്ടോ. ഓരോന്ന് വായിച്ച് ഉത്തരം പറയും. എക്സ്ട്രാ ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുക. എല്ലാ കണ്ണും അടച്ചാട്ടെ. ഈ എൻ്റെ ലൈഫ് ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നു. ഐ സബ്മിറ്റ് മൈ സെൽഫ് ദൈ ഹാൻഡ്. യേശുവേ, എനിക്ക് അങ്ങേ അറിയണം. എൻ്റെ ജീവിതം ഇതൊരു ദൈവത്തിൻ്റെ വർക്ക്മാൻഷിപ്പാണ്. അവിടുന്ന് എൻ്റെ ക്രിയേറ്ററാണ്. അവിടുത്തെ ഹിസ് ഓൺ ലൈക്ക്നെസ് ആൻഡ് ഇമേജ്, അവിടുത്തെ ഇമേജിലാണ് എന്നെ അങ്ങ് സൃഷ്ടിച്ചത്. ഞാൻ അങ്ങേക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്, അങ്ങയുടെ മകനാണ്. അവിടുന്ന് എന്നെ ബ്ലെസ് ചെയ്യണമേ, എന്നെ അക്സെപ്റ്റ് ചെയ്യണമേ, ഹോളി സ്പിരിറ്റ് എന്നെ ഗൈഡ് ചെയ്യണമേ. ഇതെല്ലാം ഒരു പ്രാർത്ഥന. എല്ലാ ക്ലോസ് റൈസ് എൻ്റെ ടെസ്റ്റ് പ്രേ. എല്ലാ കണ്ണുമടച്ചാട്ട്, എല്ലാ കുഞ്ഞുങ്ങളും സമർപ്പിച്ചാട്ട് യേശുവിന് കയ്യിലേക്ക്. നിങ്ങൾ യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ യേശുവിന് വേണ്ടവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ചൈൽഡ് ഓഫ് ഗോഡാണ്, ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ഭാഗമാണ്. യേശു നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചു. എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടെങ്കിൽ, യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ ക്ലീൻസ് ചെയ്യണമേ, എന്നെ പ്യൂരിഫൈ ചെയ്യണമേ, എന്നെ റെക്ടിഫൈ ചെയ്യണമേ. അങ്ങയുടെ മകളായി മകനായി ജീവിപ്പാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എൻ്റെ ഒറിജിൻ, എൻ്റെ പർപ്പസ്, എൻ്റെ ഡെസ്റ്റിനി, ഇതെല്ലാം അങ്ങ് ഡിസൈഡ് ചെയ്തതാണ്, അങ്ങ് ഡിസൈൻ ചെയ്തതാണ്. എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൊന്നുകരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു. അങ്ങയുടെ മരണത്താൽ, അങ്ങയുടെ രക്തത്താൽ ഞങ്ങൾക്ക് പാപമോചനമുണ്ട്, ശുദ്ധീകരണമുണ്ട്. എന്നെ അങ്ങ് ഉപയോഗിക്കണമേ, എന്നെ അവിടെ യൂസ് ചെയ്യണമേ. എൻ്റെ ഈ ചെറിയ ജീവിതത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വളരെ പ്രഷ്യസായി എന്നെ അവിടുന്ന് അരോമ ക്രൈസ്റ്റ്, ഫ്രാഗ്രൻസ്, വളരെ സുഗന്ധപൂരിതമായി സൗരഭ്യവാസനയുള്ള ജീവിതമാക്കി എൻ്റെ ലൈഫിനെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചാണ്. ദൈവം തന്ന എൻ്റെ ടാലൻറ്റുകൾ, സഭയ്ക്കകത്ത് കൃപാവരങ്ങൾ, ശുശ്രൂഷകൾ, ടാലൻറ്റുകൾ, ഇൻബോൺ ടാലൻറ്റ്സ്, അവിടെ നിന്ന് മിനിസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ, മിനിസ്ട്രിക്ക് വേണ്ടി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കർത്താവേ എന്നെ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതിനെ അവിടെ വികസിപ്പിക്കണമേ, ഡെവലപ്പ് ചെയ്യണമേ, അതിനെ പ്യൂരിഫൈ ചെയ്യണമേ, അതിനെ വിശുദ്ധമാക്കി തരണമേ. സെൻസിനെ കൺട്രോൾ ചെയ്ത് ജീവിപ്പാൻ സഹായിക്കണമേ. പ്രലോഭനങ്ങളെ മറികടക്കാൻ, ടെംപ്റ്റേഷൻ മറികടക്കാൻ ആവശ്യമായ പരിശുദ്ധമായ ഒരു ഗൈഡൻസിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ലോർഡ്, യു മേ ബ്ലസ് ദം. അവരെ അനുഗ്രഹിക്കണമേ. ഫിസിക്കലായി, ശാരീരികമായി, മാനസികമായി, വൈകാരികമായി, വൈജ്ഞാനികമായി അവരെ അനുഗ്രഹിക്കണമേ. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസിനായി സ്തോത്രം. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസിനായി സ്തോത്രം ചെയ്യുന്നു.
യേശു ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ ആരംഭിച്ച പദ്ധതികൾക്കായി സ്തോത്രം. അങ്ങയുടെ പദ്ധതിയുടെ സെൻട്രൽ പോയിന്റ് ക്രൈസ്റ്റാണ്, സഭയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒന്നും യാദൃച്ഛികമല്ല, എല്ലാം നിത്യനിർണയത്തിന്റെ ഭാഗമാണെന്നും പ്രത്യേക ഉദ്ദേശത്തോടു കൂടി എല്ലാ ദൈവം ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായി അവർ ഉപയോഗിക്കണമേ. അവരുടെ ലൈഫിൽ യേശു ഏറ്റവും പ്രിയപ്പെട്ടവനായി യേശുവിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ അവർ സഹായിക്കണമേ. യേശുവുള്ള മക്കളായി ജീവിപ്പാൻ, ഒരു ക്രിസ്റ്റോ സെൻട്രിക് ലൈഫ് നയിപ്പാൻ അവരെ സഹായിക്കണമേ. ഒരു സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് നയിപ്പാൻ, ഒരു വിക്ടോറിയസ് ലൈഫ് ത്രൂ സ്പിരിറ്റ്, ത്രൂ ക്രൈസ്റ്റ്, എല്ലാറ്റിനെയും പൗലോസ് പറഞ്ഞതുപോലെ അതിജീവിപ്പാൻ എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഐ കാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. എന്നെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന കർത്താവ് മുഖാന്തരം എല്ലാറ്റിനെയും ജയിപ്പാൻ എനിക്ക് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഇതിനു വേണ്ടി ഉപയോഗിക്കണമേ. അവരുടെ പേരൻസിനായി, അവരുടെ ടീച്ചേഴ്സിനായി, അവരുടെ ഫ്രണ്ട്സിനായി, അവരുടെ യൂണിവേഴ്സിറ്റിക്കായി ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മോശപ്പെട്ട ലോകത്ത് ജീവിപ്പാൻ അവിടുത്തെ കൃപ ആവശ്യമാണ്. അവരാരും വഞ്ചിക്കപ്പെട്ടു പോകരുത്, പ്രലോഭനങ്ങളിൽ അകപ്പെടരുത്. സാത്താൻ്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണമേ. പരീക്ഷയിൽ അകപ്പെടുത്തരുത്. വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് അവരെ വിടുവിക്കണമേ. പ്രലോഭനങ്ങളിൽ നിന്നും സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്നും കുടുക്കുകളിൽ നിന്നും ഒക്കെ അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ബി സീറ്റഡ്. എല്ലാവർക്കും ഇരിക്കാം.